ഞാൻ ഷിബിനോട് നന്ദി പറയുകയാണ് നമുക്ക് നിഷയെ പരിചയപ്പെടുത്തിയതിൽ. ഓവർ ടു നിഷ റിവിൻ. ഞങ്ങൾ കേൾക്കാൻ റെഡിയായിട്ടിരിക്കുകയാണ്. ജീവിതാനുഭവങ്ങളൊക്കെ പങ്കുവെക്കാം. നമ്മുടെ യുവയുടെ കൂട്ടുകാരും പിന്നീട് യൂട്യൂബിലും നമ്മൾ അടുത്ത ദിവസം ഈ വീഡിയോ നമ്മൾ പബ്ലിഷ് ചെയ്യുമ്പോൾ അനേകർക്ക് ഇതൊരു അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വെൽക്കം സിസ്റ്റർ, യുവയിലേക്ക് സ്വാഗതം. ജീവിതാനുഭവങ്ങളൊക്കെ പങ്കുവെക്കാം കേട്ടോ. എവിടെ നിന്നാണ് ജോയിൻ ചെയ്തത്? എനിക്കറിയാം പാസ്റ്ററുടെ വൈഫാണ്, മിനിസ്ട്രിയിലാണ്. എവിടെ നിന്നാണ് ജോയിൻ ചെയ്തത്? ജോയിൻ ചെയ്യുന്നത് കോഴിക്കോട് നിന്നാണ്. കാലിക്കട്ട് നിന്ന്. ശരി. അപ്പൊ കാലിക്കട്ട് തന്നെയാണോ ജനിച്ചു വളർന്നതൊക്കെ? ഞാൻ പത്തനംതിട്ട തിരുവല്ല വളഞ്ഞവട്ടം എന്ന് പറയുന്ന. ഓ ശരി. അപ്പൊ ഞങ്ങളുടെ പത്തനംതിട്ടക്കാരിയാണ്. തീർച്ചയായും. ഓക്കെ. അപ്പൊ നമുക്ക് കേൾക്കാം, സിസ്റ്റർ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കാം കേട്ടോ. ശരി. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഞാൻ പോയതുപോലെ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അരികെ ചേർത്ത് കൊള്ളാമെന്ന് നല്ല ചിതനസ്വനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്നെ ശ്രമിക്കുന്ന എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം. ആദ്യം തന്നെ ഞാനൊരു വാക്യം പറഞ്ഞു തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സദൃശവാക്യം 31-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അവൾ ഒരു നിലത്തിന്മേൽ ദൃഷ്ടി വെച്ചു, അത് മേടിക്കുന്നു. അവിടെ നമ്മൾ കാണുമ്പോ ഈ സമൃദ്ധിയായ ഭാര്യയെ പറ്റി പറയുന്ന ഒരു വാക്കാണ്. എന്നാല് ഞാൻ എപ്പോഴും ആ വാക്യം ഉൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം അവൾ ഒരു നിലത്തിന്മേൽ ദൃഷ്ടി വെച്ചു, അവൾ അത് മേടിക്കുന്നു എന്നുള്ള. കാരണം ഞാൻ സുശേഷ വേലയോടെ ബന്ധത്തിൽ ഇറങ്ങി തിരിച്ചപ്പോ ഞാൻ ഓരോരുത്തരുടെ മേലും ദൃഷ്ടി വെക്കും. ഞാൻ ഓരോരുത്തരുടെ മേലും അവരെ കാണുമ്പോൾ എനിക്ക് തോന്നും അത് അവരോട് സുശേഷം പറഞ്ഞാൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ അവരോട് ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് നല്ലതായിരിക്കും. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, കർത്താവെ എനിക്കൊരു അവസരം ഒന്ന് ക്രമീകരിച്ച് തരണേ എന്ന്. അങ്ങനെ ക്രമീകരിച്ച് ദൈവം എനിക്ക് അവസരങ്ങൾ ഒരുക്കി തരും. ഞാനിപ്പോ ഇവിടെ പറയുന്നതിന്റെ കാരണം, ഞാൻ ഏകദേശം ഒരു 2 വർഷമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്ന ഒരു കാര്യമാണ് ഈ ആസാദിയിൽ ഒരു ഭാഗമായി തീരുവാൻ. ഞാൻ എന്റെ മമ്മിയും പപ്പയും ഇതിന്റെ നല്ലൊരു ശ്രോതാക്കളായിരുന്നു. അവർ കേൾക്കുമ്പോ എനിക്ക് പല നല്ല ടെസ്റ്റിമണികൾ വരുമ്പോ എനിക്ക് അയച്ചു തരും. എന്നിട്ട് എന്നോട് പറയും, മോൾ അത് കേൾക്കണമെന്ന് പറയും. ഞാൻ അത് കേൾക്കുകയും ഒരിക്കലും എനിക്കത് കേട്ടോണ്ടിരുന്നപ്പോ എനിക്കൊരു ആഗ്രഹം തോന്നുകയും ചെയ്തു. ഏകദേശം 1 വർഷത്തിന് മുമ്പ് ഷിബിൻ എൻ്റെ അടുത്ത് ഇതിനെപ്പറ്റി പറയുകയും ഞാൻ എന്നെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു. കറക്റ്റ് 1 വർഷമായപ്പോൾ ഇന്ന് എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടി. ഞാൻ അന്ന് മുതൽ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവെ എനിക്ക് ഇതിനകത്തുള്ള ഒരു അവസരം കിട്ടണേന്ന്. എന്നാൽ ദൈവം കേൾക്കാമോ എന്നെ? ഓക്കെ. ആക്ച്വലി നിഷേസ്റ്റർ ഞങ്ങളുടെ ലിസ്റ്റിലുണ്ട് കേട്ടോ, ലിസ്റ്റിലുണ്ടായിരുന്നു. അതായത് ഞാൻ ഷിബിൻ അന്ന് പേര് തന്നപ്പോൾ തന്നെ ഞാനത് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി വെച്ചിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നത്, പാസ്റ്റർ വൈഫൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു മെയിൻ സെക്ഷനിൽ വിളിക്കാം, സ്ലോട്ട് അവൈലബിൾ ആകുന്നതനുസരിച്ച്. പക്ഷേ കഴിഞ്ഞ ദിവസം എനിക്ക് ഇന്ന് വൈകിട്ടത്തെ പ്രോഗ്രാമിന് ആൾ കിട്ടാതിരുന്നപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ ആരെയാണ് വിളിക്കേണ്ടത്? ഞാൻ 2-3 നമ്മുടെ ലിസ്റ്റിലുള്ള യുവായുടെ ലിസ്റ്റിലുള്ള കുഞ്ഞുങ്ങളെയൊക്കെ വിളിച്ചു. അപ്പോൾ അവരെല്ലാം ബൈബിൾ കോളേജിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ അവർ ബിസിയാണ്. പ്രത്യേകിച്ച് അവർക്ക് ബൈബിൾ കോളേജിലെ എക്സാംസോ പല പരിപാടി അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവരെല്ലാം മാറി. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ദൈവാത്മാവിനോട് പറഞ്ഞു, ഷിബിനെ വിളിച്ചിട്ട് പറ, ഇതുപോലെ ഷിബിൻ്റെ കയ്യിലുള്ള ആളുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് ഒരു ഗൈഡൻസ് തന്നതിൻ്റെ വെളിച്ചത്തിലാണ് പെട്ടെന്ന് ഞാൻ ഷിബിനെ വിളിച്ചത്. അപ്പോൾ ഞാൻ അന്നേരം തന്നെ നിഷേസ്റ്ററുടെ നമ്പർ എടുത്ത് നോക്കി കേട്ടോ. അപ്പോൾ അന്നേരവും ഞാൻ ഓർത്തത് ഇത് മറ്റൊരു സെക്ഷന് കൊണ്ടുവരാനുള്ള ആളെന്നാണ്. എന്തായാലും ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു, ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. കണ്ടിന്യൂ ചെയ്യുക. ഇടയ്ക്ക് ഇൻറ്ററപ്റ്റ് ചെയ്തതെന്നുള്ളതേ ഉള്ളൂ. അതിനകത്ത് ദൈവനിയോഗം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഞാനും അതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടാൻ. കർത്താവ് അതിന്റെ സമയമായപ്പോ എനിക്ക് ക്രമീകരിച്ചു തന്നു. അതിന് ഞാൻ ദൈവത്തോട് 1000 നന്ദി അറിയിക്കുന്നു. അപ്പോൾ തന്നെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത യേശുവിനോട് നന്ദി അറിയിക്കുന്നു. ഇതിന് എന്നിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയ ദേവദാസിനോടും കുടുംബത്തോടും ഈ ആസാദി ടിവിയിലും പ്രത്യേകിച്ച് യുവ ഫോർ ജീസസിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള എന്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഞാൻ എന്റെ അനുഭവത്തിലേക്ക് കയറുവാൻ ആഗ്രഹിക്കുന്നു. എന്റെ പേര് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നിഷ എന്നാണ്. എന്റെ സ്വദേശം പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയില് വളഞ്ഞവട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് എന്റെ മാതാപിതാക്കള് ബന്ധക്കോസ് പാരമ്പര്യത്തിലുള്ള മാതാപിതാക്കളെ ജനിച്ച് വളർത്തപ്പെടുവാൻ സർവശക്തനായ ദൈവം എന്നെ സഹായിച്ചു. ജീവിതത്തിന്റെ അന്ന് മുതൽ ഇന്ന് വരെ നോക്കുമ്പോൾ ഒത്തിരി അനുഭവത്തിലൂടെ കടന്നു പോകാൻ സർവശക്തനായ ദൈവം എന്നെ സഹായിച്ചു, അനുഗ്രഹിച്ചു. അതൊക്കെയും എന്റെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ എനിക്ക് അനുഗ്രഹമായിരുന്നു. ഞാൻ എപ്പോഴും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ എന്നെ ദൈവം ബലപ്പെടുത്തുന്ന ഒരു വാക്യമുണ്ട്. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അത് അപ്രകാരം തന്നെ എന്റെ ജീവിതത്തിൽ വന്ന ഓരോ അനുഭവങ്ങളും എന്റെ സുവിശേഷ വേലയുള്ള ബന്ധത്തില് അത് അഭിവൃദ്ധിക്ക് കാരണമായി തീരുവാൻ ഇടയായി. ഞാൻ എന്റെ ബാല്യത്തിൽ നിന്ന് തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നു. എന്റെ ചെറുപ്രായത്തിൽ ഞാൻ എങ്ങനെ
സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചെന്നുള്ള കാരണം എന്റെ ചെറുപ്രായത്തിൽ എനിക്ക് ആസ്മ പോലെയുള്ള വീസിങ്ങിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോ എന്നെ ഞാൻ ഹോസ്പിറ്റലിൽ എന്റെ മമ്മി കൊണ്ടുപോവുകയും ഞാൻ എന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് എന്റെ പിതാവ് വിദേശത്തൊക്കെ ആയിരുന്നെങ്കിലും അല്പം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിട്ട മുഖാന്തരം എനിക്ക് ഇടയ്ക്ക് മരുന്നൊക്കെ ഒന്ന് മുടങ്ങി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ എന്റെ വീസിങ് വല്ലാണ്ട് കൂടുകയും മമ്മിക്ക് അത് കണ്ടു നിൽക്കുവാൻ സഹിക്കാൻ വയ്യാതെ ഞാൻ ആ സന്ദർഭത്തിന് എങ്ങനെയാ പറയാൻ ആഗ്രഹിക്കുന്നത്, ഹാഗര് അമ്പിമ്പാട് ദൂരത്ത് മകന്റെ മരണം കാണണ്ട എന്ന് പറഞ്ഞ് മാറി നിന്ന് കരഞ്ഞതുപോലെ എന്റെ മമ്മി എന്നെ റൂമിലാക്കി മാറി നിന്ന് കരഞ്ഞു, കർത്താവെ ഞാൻ എന്ത് ചെയ്യുമെന്ന്. വീണ്ടും എനിക്ക് എന്റെ ശരീരസ്ഥിതി വർദ്ധിച്ചു വരുന്നു, വീസിങ് വല്ലാണ്ട് കൂടി വന്നപ്പോ മമ്മി ചുമ്മാതെ എന്താവുമെന്ന് അറിയാമെങ്കിലും മമ്മി എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോൻ പ്രാർത്ഥിക്ക്, യേശുക്രിസ്തു കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും, മമ്മി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ അപ്പുറം മോൻ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും, അതുകൊണ്ട് മോൻ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് എന്നെ എന്റെ മമ്മി പ്രാർത്ഥിക്കാൻ പറയുകയും ഞാൻ അങ്ങനെ അപ്രകാരം പ്രാർത്ഥിക്കുവാൻ ഇടയായിട്ടുണ്ട്. ഞാൻ ഇരുന്ന കട്ടിലിൽ തന്നെ എന്താ പ്രാർത്ഥിച്ച, എങ്ങനെയാ പ്രാർത്ഥിച്ച ഒന്നും എനിക്ക് അറിയാൻ ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ ഞാൻ നന്നായി പ്രാർത്ഥിച്ചു, നന്നായി കരഞ്ഞതും ഞാൻ ഓർക്കുന്നുണ്ട്. എന്റെ മമ്മി പിന്നീട് പറഞ്ഞു എനിക്ക് അതുകൊണ്ട് ഞാൻ അന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ആമേൻ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആ വീസിങ്ങിന്റെ പ്രശ്നം മാറി. കൃപയാൽ അന്ന് മുതൽ ഇന്ന് വരെയും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവാതെ ദൈവം എന്നെ കാത്തു. അന്ന് ഞാൻ എടുത്ത ഒരു തീരുമാനമാണ്, എനിക്ക് സുവിശേഷ വേല ചെയ്യണം, എനിക്ക് ലോകപ്രകാരമുള്ള ഒരു ജോലിയുടെയും പുറകിന് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് സുവിശേഷ വേല മാത്രം മതി, അതാണ് എന്റെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞ് ഞാൻ അന്ന് ആ തീരുമാനം എടുക്കുകയും ഞാൻ വളർന്നതിനോടൊപ്പം തന്നെ എന്റെ തീരുമാനവും പ്രതിഷ്ഠയും എന്നോടൊപ്പം തന്നെ വളർന്നു വന്നു. എന്നാൽ എന്റെ മാതാപിതാക്കൾക്ക് ഞാൻ ലോകപ്രകാരം നല്ലൊരു വിദ്യാഭ്യാസം വേണമെന്നും നല്ലൊരു ജോലി വേണമെന്നും ഒക്കെ അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അവരും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. ഞാൻ 10th പാസ്സായി കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ പേരൻസിനോട് പറഞ്ഞു, എനിക്ക് 10th മതി, ബൈബിൾ കോളേജിൽ പോകുന്നതിന് 10th മതി, അതിനപ്പുറത്തേക്ക് വേണ്ട, അതുകൊണ്ട് ഞാൻ ബൈബിൾ കോളേജിൽ പോകാൻ പറഞ്ഞപ്പോൾ എന്റെ പേരൻസ് വീണ്ടും റിക്വസ്റ്റ് ചെയ്തല്ല, +2 വരെ പോകണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബൈബിൾ കോളേജിൽ പോകാം. അങ്ങനെ എന്റെ മാതാപിതാക്കളുടെ ആഗ്രഹപ്രകാരം ഞാൻ സയൻസ് ഗ്രൂപ്പ് എടുക്കുകയും ഞാൻ +2 പഠിക്കുകയും ചെയ്തു. എന്നാൽ +2 കഴിഞ്ഞപ്പോഴും ഞാൻ എന്റെ പേരൻസിനോട് പറഞ്ഞു എനിക്ക് മതി, എനിക്ക് ഇനിയും ബൈബിൾ കോളേജിൽ പോകണം എന്ന് പറഞ്ഞപ്പോൾ എന്റെ പപ്പ എന്നോട് പറഞ്ഞു, അല്ല മോനെ, സുശേഷ വേലയ്ക്ക് ഏറ്റവും നല്ല ഒരു മേഖല എന്ന് പറയുന്നത് നഴ്സിംഗ് ആണ്, അതുകൊണ്ട് മോൻ നഴ്സിംഗ് പഠിക്കുക. എനിക്കൊരു ചേച്ചിയാണുള്ളത്, ചേച്ചി അന്ന് നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എന്നോട് പറഞ്ഞു, മോൻ ചേച്ചിയെ പോലെ നഴ്സിംഗ് ഒക്കെ പഠിച്ച് ജോലി ചെയ്യുക, അവിടെ ഏറ്റവും നല്ല അവസരമാണ് സുശേഷ വേലയ്ക്ക്, മോൻ അങ്ങനെ പോ എന്ന് പറഞ്ഞ് എന്നെ നഴ്സിംഗ് വിട്ടു. പിതാവിന്റെ വാക്കിനെ എതിർക്കുവാൻ കഴിയാഞ്ഞത് കൊണ്ട് അതിനെ ശിരസ വഹിച്ച് ഞാൻ പപ്പായുടെ ആഗ്രഹം പോലെ മാതാപിതാക്കളുടെ ആഗ്രഹം പോലെ ഞാൻ നഴ്സിംഗ് പഠിക്കാൻ പോയി. ബാംഗ്ലൂരിന്റെ പ്രദേശത്ത് ഞാൻ നഴ്സിംഗിന് പോയി. എന്നാൽ എന്റെ ജീവിതം തുടങ്ങുന്നത് അവിടെ നിന്നാണ്. കാരണം അതിനു മുമ്പ് കുറെ ചെറിയ ചെറിയ അനുഭവങ്ങൾ ഉണ്ടെങ്കിലും, കുറെ ചെറിയ ചെറിയ രോഗത്തിൽ നിന്നുള്ള വിടുതലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ എപ്പോഴും ഓർക്കും, ഞാൻ സുശേഷ വേലയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാ, എന്നാൽ അതിന് പറയത്തക്കവണ്ണമുള്ള ഒരു അനുഭവം എനിക്കില്ലല്ലോ, ഞാൻ എപ്പോഴും ഓർക്കും. എന്നാൽ അതിന് വേണ്ടുന്ന അനുഭവങ്ങൾ കർത്താവ് എനിക്ക് ആ നഴ്സിംഗ് ജീവിതത്തിൽ എനിക്ക് നൽകി തന്നു. ഞാൻ അവിടെ നഴ്സിംഗ് പഠിക്കാൻ ചേർന്നു. ഞാൻ എപ്പോഴും പറയും, എല്ലാവരും നഴ്സിംഗ് കോളേജിൽ പോയി നഴ്സിംഗ് പഠിച്ചിറങ്ങും, എന്നാൽ ഞാൻ നഴ്സിംഗ് പഠിക്കാൻ പോയി. ഞാൻ നഴ്സിംഗ് പഠിക്കുന്നതിനേക്കാൾ അപ്പുറം ജീവിതം എന്താണെന്നും ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അതിനെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്നും കർത്താവ് എന്നെ അവിടെ പഠിപ്പിക്കാനുണ്ടായി. ഞാൻ എപ്പോഴും പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എനിക്ക് സ്വയമേ ഒരു തീരുമാനം എടുക്കാനോ അല്ലെങ്കിൽ സ്വയമേ ഒരു കാര്യം ചെയ്യാനോ എനിക്ക് കഴിയില്ല. ഞാൻ എപ്പോഴും മറ്റൊരാളുടെ ആശ്രയിക്കുന്ന, അല്ലെങ്കിൽ എന്റെ മമ്മിയുടെ ഹെൽപ്പ് എപ്പോഴും എനിക്ക് വേണമായിരുന്നു. പക്ഷെ എന്നാൽ എന്നെ അവിടെ ദൈവം കൊണ്ടുപോയി വലിച്ചെറിഞ്ഞ് എന്നെ പണിതെടുത്ത് നല്ലൊരു ബോൾഡുള്ള ആളാക്കി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇത്രമാത്രം പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുവാൻ തക്കവണ്ണം എന്നെ യോഗ്യയാക്കി ദൈവം തീർത്തു. അതെന്റെ നഴ്സിംഗ് പഠനമായിരുന്നു. ഞാൻ അവിടെ നഴ്സിംഗ് പഠിക്കാൻ പോയി. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. എന്റെ മാതാപിതാക്കളുടെ ആഗ്രഹത്തെ മാനിച്ചാണ് ഞാൻ അവിടെ നഴ്സിംഗ് പഠിക്കാൻ പോയത്. ഒത്തിരി പ്രയാസങ്ങൾ ഞാൻ അവിടെ നേരിട്ടു, ഒത്തിരി നിന്ദകൾ, ഒത്തിരി ഒറ്റപ്പെടുത്തലുകൾ, ഞാൻ പെട്ടെന്ന് വീട്ടിൽ നിന്ന് മാറിയതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ, അവിടുത്തെ കാലാവസ്ഥകളൊക്കെ എനിക്ക് അഭിമുഖീകരിക്കുവാനൊക്കെ ഒത്തിരി പ്രയാസങ്ങളായിരുന്നു. അതിലേക്കൊന്നും ഞാൻ കയറാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അവിടെ മെയിൻ ആയിട്ട് എന്റെ ജീവിതത്തെ വാർത്തെടുത്തൊരു അനുഭവം പറയുവാൻ ആഗ്രഹിക്കുന്നു. അവിടെ ഞാൻ ബാംഗ്ലൂരിലാണ് നഴ്സിംഗ് പഠിച്ചത്. എന്റെ ഫസ്റ്റ് ഇയറിന്റെ എക്സാം വന്നപ്പോൾ
കുറച്ച് ഇഷ്യൂസുകൾ കോളേജിൽ ഉണ്ടായിരുന്നു, മുഖാന്തരം ഞങ്ങൾക്ക് അങ്ങനെ പോർഷൻസുകളെല്ലാം കംപ്ലീറ്റ് ആയില്ലായിരുന്നു. അപ്പം എക്സാമിന്റെ സമയമായപ്പോൾ അവിടെ എല്ലാവരും കൂടെ പറഞ്ഞു, നമുക്ക് കോളേജിന് എക്സാം സെന്ററിന്റെ അവിടെ നിന്ന് നമുക്ക് കോപ്പി അടിച്ച് എഴുതാൻ അല്ലെങ്കിൽ ബിറ്റ്സ് വെച്ച് കയറാനുള്ള അവസരമുണ്ട്, നമുക്ക് അങ്ങനെ കയറാം, അതിന് എക്സ്ട്രാ പേയ്മെന്റ് ചെയ്താൽ മതി, അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. അപ്പം ഒരു ദൈവപൈതലായ എനിക്ക് അത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു അവസരമുണ്ട്, പക്ഷെ ഞാൻ അതിന് ചേരുന്നില്ല, എനിക്കതിന് ബുദ്ധിമുട്ടുണ്ടെന്ന്. അപ്പം എന്റെ പേരൻസും എനിക്ക് സപ്പോർട്ടായിട്ട് നിന്നു, വേണ്ട നമുക്ക് അങ്ങനെ വേണ്ട, മോള് പ്രാർത്ഥിച്ചാൽ മതി, ദൈവം മോനെ മാനിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ അതിനും ഞാൻ ഒത്തിരി നിന്ന് അനുഭവിക്കേണ്ടി വന്നു. അവള് മാത്രം പ്രാർത്ഥിക്കുന്ന ഒരാള്, അല്ലെ അവൾ ഇപ്പം ജയിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി നിന്ദകൾ ഞാൻ നേരിട്ടു. പക്ഷെ ഞാൻ എൻ്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു. ഞാൻ കോപ്പി അല്ല ബിറ്റ്സ് എടുക്കുന്നതിന് ഞാൻ മുതിർന്നില്ല, മറിച്ച് ഞാൻ എന്നെ കൊണ്ടാവുന്നത് പോലെ ഞാൻ പഠിച്ചു. ഞാൻ അത്ര വലിയ മിടുക്കിയൊന്നും അല്ല, എങ്കിലും ഒരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു. പഠിച്ചു, ഞാൻ എക്സാം എഴുതി, വലിയ പ്രതീക്ഷകളില്ലായിരുന്നു, എങ്കിലും പാസ്സാകുന്ന ഒരു ചിന്ത ഉണ്ടായിരുന്നു. എന്നാൽ എന്റെ റിസൾട്ട് വന്നപ്പോ എനിക്ക് 5 സബ്ജക്റ്റ് ആണുള്ളത്. അതിലെ ഒരു സബ്ജക്റ്റ് ഒഴികെ ബാക്കി എല്ലാ സബ്ജക്റ്റും ഞാൻ ഫെയിൽ ആവാനിടയായി. എന്റെ കൂടെ ഉണ്ടായിരുന്നവർക്കൊക്കെ എല്ലാവരും പാസ്സായില്ലെങ്കിലും എന്താ പറയാ, അത്യാവശ്യമൊക്കെ പാസ്സായി, അല്ലെങ്കിൽ എന്നെ പോലെ ആരും ഫെയിൽ ആയില്ല. എല്ലാവരും ഒരു സബ്ജക്റ്റിനോ 2 സബ്ജക്റ്റിനോ ഒക്കെ ഫെയിൽ ആയി, അല്ലെങ്കിൽ ബാക്കി മൊത്തം കിട്ടിയവരൊക്കെ ഉണ്ട്. അപ്പം അവരെന്നെ കളിയാക്കാൻ തുടങ്ങി, നീ വലിയ പ്രാർത്ഥനക്കാരിയാന്ന് പറഞ്ഞു, നീ വലിയ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പോയി, എന്നിട്ട് നീ ഫെയിൽ ആയി പോയല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അതെന്നെ താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. എന്നാൽ എനിക്ക് അപ്പോഴും ദൈവം ഒരു കൃപ കാണിച്ചു. ഞങ്ങളുടെ 5 സബ്ജക്റ്റിനകത്തില് ഞങ്ങൾക്ക് പ്രാക്ടിക്കൽ ഉള്ള ഒരു സബ്ജക്റ്റ് പോയി കഴിഞ്ഞാൽ ഫുൾ ബാക്ക് ആയി പോകും. എന്നാൽ ബാക്കിയുള്ള സബ്ജക്റ്റുകളാ പോകുന്നെങ്കിൽ 6 മന്ത് ബാക്ക് ആവാനേ ഉള്ളൂ. എനിക്ക് എന്നാൽ പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റ് കിട്ടി, അപ്പൊ ഞാൻ 6 മന്ത് ബാക്കാണ് ആയത്. അപ്പം ദൈവത്തിന്റെ കൃപ എന്നോട് കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചു, കർത്താവ് എനിക്ക് അത്രത്തോളം ദൈവം എന്നെ മാനിച്ചല്ലോ, ഞാൻ ഇയർ ബാക്ക് ആയില്ല, 6 മന്ത് ബാക്ക് അല്ലേ ആയുള്ളൂ എന്ന് ഓർത്ത് ഞാൻ പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ചു, പഠിച്ചു. എന്നാൽ ഞാൻ അവിടെ ഒത്തിരി കഷ്ടങ്ങൾ നേരിട്ടു. ദൈവത്തിന്റെ പദ്ധതി മറ്റൊന്നായിരുന്നു. എന്നെ കുറിച്ച് സുവിശേഷ വേലയെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയിലായിരുന്നു ഞാൻ. അവിടെ എന്നെ ഒന്ന് ബോൾഡ് ചെയ്തെടുക്കേണ്ടതുകൊണ്ട് ദൈവം നോക്കിയപ്പോ എന്നെ എങ്ങനെ ബോൾഡ് ചെയ്യാൻ കഴിയുള്ളൂ എന്ന് ദൈവത്തിന് മനസ്സിലായി. ഞാൻ ഒത്തിരി പഠിച്ചു, ഞാൻ ഒത്തിരി ട്രൈ ചെയ്തു. ഓരോ 6 മന്ത് കൂടുമ്പോഴും എനിക്ക് എക്സാം ഉണ്ടായിരുന്നു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഞാൻ 2 ഇയർ ബാക്ക് ആയിട്ട് പോയി. 4 വർഷം കൊണ്ട് പഠിച്ചെടുക്കേണ്ടുന്ന കോഴ്സ് ഞാൻ 6 വർഷം കൊണ്ടാണ് പഠിച്ചെടുത്തത്. അത്രയും മാത്രം ഞാൻ കഷ്ടപ്പെട്ടു. ഫുൾ ഇയർ ബാക്ക് ആയിട്ട് പോവാൻ 2 ഇയർ ബാക്ക് ആയി പോയി. ഞാൻ ഓരോ 6 മന്ത് കൂടുമ്പോഴും എനിക്ക് എക്സാം ഉണ്ടായിരുന്നു. ഞാൻ ഓരോ എക്സാം എഴുതും, അപ്പോഴേക്കും ഒന്നെങ്കിൽ ഒരു സബ്ജക്റ്റ് കിട്ടും, അല്ലെങ്കിൽ 2 സബ്ജക്റ്റ് കിട്ടും, അങ്ങനെ ഫെയിൽ ആയിക്കൊണ്ടേയിരുന്നു. അപ്പോഴൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ വിളിക്കുമ്പോൾ പറയും, പപ്പ ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ എനിക്ക് നഴ്സിംഗ് വേണ്ട, സുശേഷ വേലയ്ക്ക് മതി, നിലവയ്ക്ക് പോയ അനുഭവം പോലെ ആയല്ലോ എന്റെ അവസ്ഥ, ദൈവം പറഞ്ഞത് കേൾക്കാതെ ഞാൻ പോയത് കൊണ്ടല്ലേ എനിക്ക് പറ്റിയത്. പപ്പയുടെ ആരെന്നോട് ചോദിക്കും എന്തിനു വേണ്ടി നഴ്സിംഗിന് പഠിക്കാൻ പോയതെന്ന് എന്നോട് ആര് ചോദിച്ചാലും ഞാൻ പറയും എന്റെ പപ്പയ്ക്ക് വേണ്ടിയാണ് ഞാൻ നഴ്സിംഗ് പഠിക്കാൻ പോയത്, എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല, എന്റെ പപ്പയ്ക്ക് വേണ്ടി പോയതാണ്. അപ്പം എന്റെ പിതാവിനും അത് വളരെ ഭാരമായിരുന്നു. അയ്യോ, ഞാൻ കാരണം എന്റെ കുഞ്ഞിന്റെ ഭാവി നഷ്ടപ്പെട്ടു പോയല്ലോ. എങ്കിലും ഒരിക്കൽ പോലും എന്റെ പിതാവ് ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ എന്റെ പിതാവ് ഒരിക്കൽ പോലും എന്നെ വേദനിപ്പിച്ചില്ല. അപ്പോഴൊക്കെ എനിക്ക് സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കും. സാധാരണ ഒരു പിതാവൊക്കെ ആണെങ്കിൽ അവരുടെ മകള് പരാജയപ്പെട്ടു പോകുമ്പോൾ അവരുടെ പൈസ നഷ്ടമാക്കി കളയുമ്പോൾ സാധാരണഗതിയിൽ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞ് വേദനിപ്പിക്കുക ചെയ്യുന്നത്. എന്നാൽ ആ കാലയളവിൽ എന്റെ പിതാവിന്റെ അളവറ്റ വാത്സല്യം എനിക്ക് അനുഭവിച്ചറിയാനിടയെ. ഏകദേശം ഒരു മാസം ആകുന്നു എന്റെ പിതാവ് തൻ പ്രിയം വെച്ച കർത്തസന്നിധി ചേർക്കപ്പെട്ടു. താൻ മരിക്കുന്നത് വരെയും ഒരു വാക്കുകൊണ്ട് പോലും എന്റെ പിതാവ് എന്നെ ഇന്ന് വരെയും വേദനിപ്പിച്ചില്ല. നീ എന്റെ പൈസ കളഞ്ഞു, അല്ലെങ്കിൽ നീ എന്നെ അത്രമാത്രം എന്നെ ബുദ്ധിമുട്ടിപ്പിച്ചു എന്ന്. അപ്പോഴൊക്കെയും എന്റെ ദൈവം, എന്റെ പിതാവ് എനിക്ക് സപ്പോർട്ടായിട്ട് നിന്നു, എനിക്ക് കൂടെ നിന്നു. എനിക്ക് പ്രത്യേകമായ ഒരു കെയറും പ്രത്യേകമായ ഒരു വാത്സല്യം ഒക്കെ തന്ന് എന്നെ എത്രമാത്രം സന്തോഷിപ്പിച്ച് കൊണ്ടു നടക്കാമോ അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാൽ എന്റെ ജീവിതം അവിടെ കോളേജ് ലൈഫിൽ വളരെ ബുദ്ധിമുട്ടും വളരെ പ്രയാസവും നിറഞ്ഞതായിരുന്നു. കാരണം ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. വിശ്വാസിയായ ഒരു പൈതൽ എന്ന് പറയാൻ എന്റെ ബാച്ചിൽ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ആ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ഞാൻ ഫെയിൽ ആകുന്നു, ഞാൻ ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ദിതയായിട്ടിരുന്നത് കാണുമ്പോൾ അവരെന്നെ ഒത്തിരി നിന്ദിച്ചായിരുന്നു, ഒത്തിരി അപമാനിച്ചു. എനിക്ക് ഒരു
കൂട്ടുകാർ പോലും ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് ഔട്ടിങ്ങിനൊക്കെ പോണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നു, പ്രേയറിന് പോണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നു, നാട്ടിൽ പോണെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക്, ആരും എന്നെ കൂട്ടത്തില്ല, ആരും എന്നോട് മിണ്ടത്തില്ല. ഈവൻ ടീച്ചേഴ്സ്, ആദ്യമൊക്കെ മാഡംസ് എനിക്ക് അനുകൂലമായിരുന്നു, പിന്നെ പിന്നീടായപ്പോ എന്റെ മാഡംസ് പോലും എനിക്ക് എതിരായിട്ട് നിന്നു, ആരുമില്ലാതെ ഏകയായി നിന്നു. അവിടെ എന്റെ ദൈവം എന്നെ പഠിപ്പിച്ചു, ഒരു പ്രശ്നം വരുമ്പോൾ എങ്ങനെ നിൽക്കണം, എങ്ങനെ അതിനെ ഫേസ് ചെയ്യണം എന്നുള്ളത് പഠിപ്പിച്ചു. അതിനു മുമ്പൊക്കെ എനിക്കൊരു പ്രശ്നം വരുമ്പോൾ ഞാൻ വീണു പോകായിരുന്നു. എന്നാൽ ആ 4 വർഷവും വീഴാതെ ദൈവം അവിടെ നിർത്തി. എന്നാൽ അതിന്റെ ഇടയ്ക്ക് എന്റെ 5ാമത്തെ പ്രാവശ്യം വരുമ്പോൾ ആകെ 6 ചാൻസ് ആണ് ഞങ്ങൾക്കുള്ളത്. 6 ചാൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡിസ്കണ്ടിന്യൂ ചെയ്ത് പോകാം. 6 ചാൻസ് വരെ നമുക്ക് എക്സാം എഴുതാം. പിന്നെ ഈ 1 ഇയർ ക്ലിയർ ആയതിനു ശേഷമേ നെക്സ്റ്റ് ഇയറിലേക്ക് നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാമെങ്കിലും എക്സാം എഴുതാൻ കഴിയില്ല. അപ്പൊ ഞാൻ റെഗുലർ 4th ഇയർ വരെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ 3rd ഇയർ വരെയും ഫസ്റ്റ് ഇയറിന്റെ എക്സാം എഴുതിക്കൊണ്ടേയിരിക്കുക. അപ്പൊ എന്റെ 5th അറ്റംപ്റ്റ് ആയപ്പോഴും 4th അറ്റംപ്റ്റ് ആയപ്പോഴും ഞാൻ ഫെയിലായി. അന്നേരം ഞാൻ തീരുമാനിച്ചു, അന്ന് എനിക്കൊരു മിഡ് നൈറ്റിനോടനുബന്ധിച്ച സമയത്താണ് എനിക്ക് റിസൾട്ട് വരുന്നത്. ഞാൻ ഫെയിലായി. അപ്പൊ ഞാൻ വിചാരിച്ചു, വെറുതെ എന്റെ പപ്പ എന്നെ വേദനിപ്പിക്കുന്ന ഒരു വാക്കുകൊണ്ട് പോലും, പപ്പ എന്നെ ഒരു വഴക്ക് പറഞ്ഞിരുന്നെങ്കിൽ എനിക്കൊരു ആശ്വാസമായിരുന്നു. പപ്പ എന്നെ വഴക്ക് പറയുന്നില്ല, കുറെ കൂടി കെയർ ചെയ്യുക, കുറെ കൂടി എന്നെ സ്നേഹിക്കുക ചെയ്യുന്നത്. എന്റെ മാതാപിതാക്കളും എന്റെ സഹോദരിയൊക്കെ എന്നെ ചേർത്ത് പിടിക്കുക ചെയ്തത്. അപ്പൊ അവരുടെ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ വല്ലാതെ വീർപ്പുമുട്ടിയിട്ട് ഞാൻ വിചാരിച്ചു, വേണ്ട, മതി, ഞാൻ അവർക്കൊരു ഭാരമാണ്, ഞാൻ ഇനി ജീവിക്കണ്ട, ഞാൻ സൂസൈഡ് ചെയ്തേക്കാം എന്ന് പറഞ്ഞ് ഞാൻ അതിന്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് വെച്ചേക്കാണ്. എനിക്കറിയാം ഞാൻ റിസൾട്ട് വന്ന് ഞാൻ ഫെയിൽ ആവുകയാണെങ്കിൽ അപ്പം സൂസൈഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ ക്രമീകരിച്ച് ഞാൻ എന്റെ ബെഡിൽ വെച്ചേക്കുക. വെച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോഴാണ് എന്റെ റിസൾട്ട് വരികയും ഞാൻ ഫെയിൽ ആവുകയും ചെയ്തു. ഞാൻ ആ മിഡ് നൈറ്റിൽ തന്നെ എന്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞു, റിസൾട്ട് വന്നു, ഞാൻ വീണ്ടും ഫെയിലായി, ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ഫോൺ വെച്ചു. എന്നാൽ എന്റെ മമ്മിക്ക് എന്റെ ആ സംസാരത്തിൽ നിന്നും എന്റെ ഇടപെടലിൽ നിന്നും മമ്മിക്ക് മനസ്സിലായി എന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലായി. പെട്ടെന്ന് തന്നെ അന്ന് ഞങ്ങളുടെ ചർച്ചിലുണ്ടായിരുന്ന പാസ്റ്ററിനെ വിളിച്ച് പറയുകയും പാസ്റ്ററിനോട് പറഞ്ഞു, എന്തോ ഒരു ബുദ്ധിമുട്ട് അവൾക്കുണ്ട്, സാധാരണഗതിയിൽ സംസാരിക്കുന്നത് പോലെയല്ല അവൾ അന്ന് സംസാരിച്ചത്, അതുകൊണ്ട് പാസ്റ്റർ ഇപ്പം തന്നെ എന്റെ മോളെ വിളിക്കണമെന്ന് പറഞ്ഞു. മമ്മിയും പാസ്റ്ററും മാറി മാറി എന്നെ വിളിക്കുകയും ഒടുവിൽ ഞാൻ കോൾ എടുത്ത് ഞാൻ എനിക്ക് വേണ്ടി പാസ്റ്ററുകൾ ഒത്തിരി പ്രാർത്ഥിച്ച് എന്നെ ഒത്തിരി ധൈര്യപ്പെടുത്തി ബലപ്പെടുത്തി നിർത്തി. അതുകൊണ്ട് ഇന്ന് ഞാൻ ദൈവത്തിന്റെ ഒരു സാക്ഷിയായി, ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ഒരു സാക്ഷിയായി, സൂസൈഡ് ചെയ്യാതെ എന്റെ നിത്യത നഷ്ടപ്പെടുത്താതെ ദൈവം എന്നെ ഇന്ന് നിലനിർത്തിയിരിക്കുന്നു. എന്നാൽ അന്നേരം എന്റെ മമ്മിയും പാസ്റ്ററുകളൊക്കെ പറഞ്ഞില്ല, മോളെ, നിന്റെ മുമ്പിൽ ഇനിയും ചാൻസുകളുണ്ട്, നീ ലാസ്റ്റ് ചാൻസ് വരെയും ട്രൈ ചെയ്യുക, നമുക്ക് അന്നേരം നോക്കാം, അത് കഴിഞ്ഞില്ലെങ്കിൽ കിട്ടുന്നില്ല എന്ന് വെച്ചാൽ ഓക്കെ, നമുക്ക് എല്ലാവർക്കും പറയാം ദൈവം നിന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് ഇതല്ല, മറ്റൊന്നാ, അതുകൊണ്ട് നീ ആ അറ്റംപ്റ്റ് ഫുള്ള് നീ ട്രൈ ചെയ്യ് എന്ന് പറഞ്ഞ് എന്നെ വീണ്ടും ബലപ്പെടുത്തി. ഞാൻ അങ്ങനെ അതുമായിട്ട് മുമ്പോട്ടേക്ക് പോയി. എന്റെ 5th അറ്റംപ്റ്റ് വന്നപ്പോൾ എന്റെ സീനിയേഴ്സിന്റെ ആയിട്ടുള്ളവരുടെ ലാസ്റ്റ് ചാൻസും കഴിഞ്ഞ് പലരും ഡിസ്കണ്ടിന്യൂ ചെയ്തു പോയി. എന്റെ കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു, അദ്ദേഹം ഡിസ്കണ്ടിന്യൂ ചെയ്തു പോയി. അപ്പൊ ഞാൻ പപ്പ എടുത്ത് പറഞ്ഞു, പപ്പ ഓരോ എക്സാം കഴിയുമ്പോഴും ഞാൻ പറയും, പപ്പ എനിക്ക് മടുത്തു, ഞാൻ പോവില്ല എന്ന് പറയുമ്പോൾ പപ്പ പറയും, അല്ല നിർത്തുമോ, എനിക്ക് മോനെ, നിന്റെ ചാൻസും കൂടെ ഉണ്ടല്ലോ, അതും കൂടെ ചെയ്തിട്ട് നമുക്ക് തീരുമാനിക്കാം. അങ്ങനെ ഞാൻ 6th അറ്റംപ്റ്റ് എടുക്കുമ്പോഴും ഞാൻ പപ്പ എടുത്ത് പറഞ്ഞു, പപ്പ ഇത് ലാസ്റ്റ് ചാൻസ്, എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല, എനിക്ക് പഠിക്കണ്ട. അന്നേരം എന്റെ പേരൻസ് പറഞ്ഞു, ഈ പ്രാവശ്യം നീ ഒന്നും പഠിക്കണ്ട, കഴിഞ്ഞ 5 പ്രാവശ്യവും നീ പഠിച്ചിട്ട് എഴുതിയേ, നിനക്കൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് നീ ഈ പ്രാവശ്യം ഒന്നും പഠിക്കണ്ട, മറിച്ച് നീ ചുമ്മാ പ്രാർത്ഥിക്കുക, സിമ്പിൾ ആയിട്ട് നീ പോവുക, സാധാരണ പോകുന്നത് പോലെ പോവുക, അന്നേരം നിനക്ക് എന്ത് തോന്നുന്നു അത് നീ എഴുതുക, തിരികെ പോരുക, ഞങ്ങൾ ആരും നിന്നോട് ഒന്നും ചോദിക്കത്തില്ല, എങ്ങനെ ഉണ്ടായിരുന്നു, എപ്രകാരം നീ എഴുതി എന്നൊന്നും ആരും ചോദിക്കില്ല, നീ ധൈര്യമായിട്ട് പോയിക്കോ, ഒന്നും പഠിക്കുക വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ എങ്കിലും അങ്ങനെ പഠിക്കാതെ പോകാൻ നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് എന്തൊക്കെയോ ഒന്ന് നോക്കി, സാധാരണഗതിയിൽ പഠിക്കുന്ന പോലെ ഒന്നും പഠിക്കാതെ ഞാൻ പോയി എക്സാം എഴുതിയിട്ട് എനിക്ക് അതിനു മുമ്പ് ഒരു 5 അറ്റംപ്റ്റിൽ എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു ഞാൻ ജയിക്കും. എന്നാൽ 6ാമത്തെ പ്രാവശ്യം എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു ഞാൻ ജയിക്കത്തില്ല എന്ന്, കാരണം പഠിച്ചിട്ടുമില്ല, ഒന്നും എഴുതിയിട്ടുമില്ല. പിന്നെ പഠിച്ചിട്ട് പോയിട്ട് എഴുതിയിട്ടും ജയിക്കാത്ത ആള് പഠിക്കാതെ പോയാലും എഴുതിയില്ലെങ്കിലും ജയിക്കില്ല എന്നുള്ള പ്രതീക്ഷ എനിക്ക് വന്നുകൊണ്ട് ഞാൻ പപ്പയെ വിളിച്ചിട്ടുണ്ട്, പപ്പ റിസൾട്ട് വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട, ഞാൻ കൺഫേം ആക്കി, ഞാൻ ഈ പ്രാവശ്യം പാസ് ആവത്തില്ല, ഞാൻ തോൽക്കും, അതുകൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കണ്ട, നമുക്ക് റിസൾട്ട് വന്ന് നാണം കെട്ട് പോകുന്നതിനേക്കാൾ അപ്പുറം റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പോകാം എന്ന് എന്റെ പിതാവിനോട് ഞാൻ പറഞ്ഞപ്പോ എന്റെ മാതാപിതാക്കൾ എന്നോട് പറഞ്ഞു, അല്ല മോനെ, നീ ഇത്രയും ചെയ്തില്ല, റിസൾട്ടും കൂടെ വന്നിട്ട് നമുക്ക് പോകാം, അഥവാ നീ ജയിച്ചാൽ അതെന്തായാലും
അതുകൊണ്ട് നീ ഒന്ന് വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല പപ്പ, എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല, നമ്മുടെ ഇതാവും, ഞാൻ തോറ്റു പോകുന്നു പറഞ്ഞെങ്കിലും പപ്പ ധൈര്യപ്പെടുത്തി എന്നെ നിർത്തി. ആ പ്രാവശ്യം റിസൾട്ട് വന്നപ്പോൾ ഞാൻ ചിന്തിച്ചതിലും ഞാൻ വിചാരിച്ചതിലും അപ്പുറമായ നിലകളിൽ നല്ല മാർക്ക് മേടിക്കുവാൻ അത്രയും വർഷം ഞാൻ അനുഭവിച്ചതിന്റെ, ഞാൻ 4th ഇയറിൽ കയറിയപ്പോഴാണ് എന്റെ ഫസ്റ്റ് ഇയർ ഞാൻ ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ അത്രയും വർഷം ഞാൻ അനുഭവിച്ച എന്റെ സകല നിന്ദകളും മാറത്തക്ക നിലയിൽ മറ്റുള്ളവർ അതിശയം കൂറും എനിക്ക് നല്ല മാർക്ക് ദൈവം അവിടെ തരികയും ഞാൻ പാസ്സാകുകയും ചെയ്തു. പിന്നീടുള്ള ഞാൻ 4th ഇയർ അവിടുന്ന് പാസ് ഔട്ട് ആയിട്ട്, മീൻസ് ക്ലാസ് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ 2nd ഇയറിന്റെ എക്സാം കഴിഞ്ഞിട്ടാണ് ഞാൻ പുറത്തിറങ്ങുന്നത്. പിന്നീട് 2 വർഷം കഴിഞ്ഞാണ് എന്റെ 4th ഇയർ ഫുള്ള് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങി. പിന്നീടുള്ള 2nd ഇയറും 3rd ഇയറും 4th ഇയറും നല്ല മാർക്കോടുകൂടി തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകുവാൻ ദൈവം എന്നെ സഹായിച്ചു. ആ 4 വർഷം ദൈവം എന്നെ അവിടെ ലൈഫ് എന്താണെന്നും എങ്ങനെ ആകണം എന്നും എങ്ങനെ ബോൾഡ് ആക്കണം എന്നും ഉള്ളത് ദൈവം എന്നെ നന്നായി അവിടെ പഠിപ്പിച്ചെടുത്തു. എനിക്ക് തോന്നുന്നു എന്നെ ശ്രദ്ധിക്കുന്ന പലരും ഈ കുഞ്ഞുങ്ങൾ പഠിക്കുന്നവരിവിടെയുണ്ട്. അവര് പഠിക്കാൻ ബുദ്ധിയില്ല എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ഇത് എങ്ങനെ പഠിച്ചെടുക്കുമെന്ന് ഓർത്ത് ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ധൈര്യമായിട്ടിരിക്കുക. കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അവൻ വാക്ക് പറഞ്ഞാൽ വിശ്വസ്തനാ, അവൻ വാക്ക് മാറുകയില്ല, അവൻ നമ്മളോട് കൂടെയുണ്ട്. നിശ്ചയമായിട്ടും ദൈവം നമ്മളെ മാനിക്കും. നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം മാനിക്കും. നിന്ദിക്കുന്നവരുടെ മുമ്പാകെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവം എന്നെ അവിടെ മാനിച്ചു. അവിടെ കൊണ്ട് തീർന്നില്ല. ഞാനപ്പം ഈ 2 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ബാംഗ്ലൂർ വിട്ടില്ല. അവിടെ തന്നെ നിന്ന് ചെറിയ ചെറിയ ക്ലിനിക്കുകൾ, കാരണം എനിക്ക് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് വലിയ ഹോസ്പിറ്റലുകളിലൊന്നും ജോലി ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ചെറിയ ചെറിയ ക്ലിനിക്കുകളിൽ 6 മാസം 3 മാസം അങ്ങനെയൊക്കെ നിന്ന് ജോലി ചെയ്ത് ഞാൻ എന്റെ 4th ഇയർ അവിടെ നിന്ന് കംപ്ലീറ്റ് ആക്കി. ഞാൻ 4th ഇയർ കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം ഞാൻ എന്റെ കോളേജിൽ അതിന്റെ സർട്ടിഫിക്കറ്റും അതിന്റെ ബാക്കി രജിസ്ട്രേഷന്റെ ഭാഗമായിട്ട് ഞാൻ എന്റെ കോളേജിലേക്ക് ചെല്ലുമ്പോൾ എന്നെ 4th ഇയറിൽ പഠിപ്പിച്ച മേഡമാണ് അന്ന് അവിടെ പ്രിൻസിപ്പൾ ആയിട്ടിരിക്കുന്നത്. അപ്പം ആ മേഡം എന്നോട് പറഞ്ഞു, നിഷ നീ ഇപ്പം ഫുൾ ക്ലിയർ ആക്കിയല്ലോ, നല്ല മാർക്കുമുണ്ട്, നല്ല മാർക്ക്, പ്രതീക്ഷനേക്കാൾ നല്ല മാർക്ക് നിനക്കുണ്ടല്ലോ, നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ ട്യൂട്ടർ വേക്കൻസി ഉണ്ട്, സ്റ്റാഫിന്റെ വേക്കൻസി ഉണ്ട്, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഒരു പക്ഷെ നിനക്ക് കിട്ടിയിരിക്കും, നീ ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞു. എനിക്ക് ടീച്ചിങ് സുശേഷ വേല ഒന്നാമത്തെ ആണെങ്കിൽ രണ്ടാമത്തേത് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ടീച്ചർ ആകുക എന്നുള്ളതാണ്. അപ്പൊ സുശേഷ വേലയ്ക്കും എന്റെ പേരൻസ് എന്നെ വിടുന്നില്ല, എന്നാൽ ഒരു ടീച്ചറായി കാണാം എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ ജോയിൻ ചെയ്യും, അതിന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യും. ദൈവകൃപയാൽ അത് എനിക്ക് ലഭിക്കുവാനിടയായി തീർന്നു. അവിടുന്ന് ദൈവം എന്റെ അവസ്ഥയ്ക്ക് ഒരു വ്യത്യാസം വരുത്തി. ഞാൻ എവിടെ നിന്ദിക്കപ്പെട്ടുവോ, എവിടെ ഞാൻ തകർന്നുവോ, എവിടെ ഞാൻ നിന്ദിക്കപ്പെട്ടുവോ അവിടെ എന്റെ ദൈവം എന്നെ മാനിച്ചു. നിങ്ങൾ കേൾക്കണം, എന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് BSc നഴ്സിംഗ് 6th attempt ഫെയിൽ ആയി, 5th attempt ഫെയിൽ ആയി, 6th attempt ഫസ്റ്റ് ഇയർ പാസ്സായി, 2 ഇയർ ബാക്ക് ആയിരിക്കുന്ന എന്നെ ദൈവം എന്റെ ഒരു കോളേജിലെ അധ്യാപികയായിട്ട് എന്നെ എടുത്തു. സാധാരണ ഒരു ക്ലിനിക്കൽ ഇൻസ്ട്രക്ടറായിട്ടാണ് ഞാൻ കയറിയതെങ്കിലും ദൈവം അവിടെ എന്നെ മാനിക്കുവാനിടയായി തീർന്നു. ഞാൻ ക്ലിനിക്കൽ ഇൻസ്ട്രക്ടറായി, ട്യൂട്ടറായി, അതിനുശേഷം അസിസ്റ്റന്റ് ലെക്ചറായി. അവിടുന്ന് എന്റെ ദൈവം എന്നെ മാനിച്ചു. എക്സാമുകളുടെ സമയത്ത് ഇൻവിജിലേറ്റർ ആയിട്ട് പോകാൻ സർവശക്തൻ എന്നെ സഹായിച്ചു. പ്രാക്ടിക്കൽ എക്സാമിന് എക്സ്റ്റേണൽ എക്സാമിനർ ആയിട്ട് പോകാൻ സർവശക്തൻ എന്നെ മാനിച്ചു. അതിനേക്കാൾ അപ്പുറമായി ദൈവം എനിക്ക് വേണ്ടി മാത്രം ഒരു 15 ദിവസത്തേക്കിന് എന്നെ ദൈവം അവിടെ ഒരു വൈസ് പ്രിൻസിപ്പൽ പോസ്റ്റിലേക്കും കൊണ്ടുവരുവാൻ സർവശക്തൻ എന്നെ സഹായിച്ചു. ഞാൻ ആ വൈസ് പ്രിൻസിപ്പൽ പോസ്റ്റിലും അസിസ്റ്റന്റ് പ്രൊഫസർ ലെക്ചറർ പോസ്റ്റിലും ഞാൻ ഇരിക്കുമ്പോൾ എന്നെ നിന്ദിച്ച എന്റെ സീനിയേഴ്സും എന്റെ ജൂനിയേഴ്സും എന്റെ ക്ലാസ്മേറ്റ്സും അവിടെ കടന്നു വരുവാൻ, എന്റെ കോളേജിൽ തന്നെ ആയിരുന്നുകൊണ്ട് എന്റെ എല്ലാ ആൾക്കാരും അവിടെ വരുമായിരുന്നു. അവർ വരുമ്പോഴെല്ലാം എന്നെയാണ് കാണുന്നത്. കാണുമ്പോൾ അവരുടെ ഓരോ പേപ്പർ വർക്കുകൾ ചെയ്ത് കൊടുക്കുവാൻ സർവശക്തൻ എന്നെ മാനിച്ചു. വെറും യാതൊരു യോഗ്യതയും ഇല്ലാതെ എന്ന സ്ഥാനത്ത് നിൽക്കുന്നവരുടെ മുമ്പാകെ മാനിക്കുന്ന ദൈവം അവിടെ മാനിച്ചു. ദൈവം എനിക്ക് വേണ്ടി വലിയ അവിടെ ചെയ്തു. യാതൊരു ഒരു വൈസ് പ്രിൻസിപ്പൽ പോസ്റ്റിലല്ല, ഒരു അസിസ്റ്റന്റ് ലെക്ചർ പോസ്റ്റിൽ എത്തണമെങ്കിൽ പറഞ്ഞതൊരു MSc എങ്കിലും എടുത്ത് 2 വർഷമൊക്കെ കഴിഞ്ഞാൽ 5 വർഷമൊക്കെ കഴിഞ്ഞെങ്കിൽ ഒരു അസിസ്റ്റന്റ് ലെക്ചർ പോസ്റ്റിലെങ്കിലും എത്താൻ പറ്റും. പക്ഷെ ആ സ്ഥാനത്ത് ദൈവം എന്നെ മാനിച്ചു, എനിക്ക് വേണ്ടി മാത്രം. അതിനു മുൻപും അതിനുശേഷവും അവിടെ അങ്ങനെ ആർക്കും ഒരു പോസ്റ്റിംഗ് അങ്ങനെ കൊടുത്തിട്ടില്ല. എന്നാൽ എന്റെ ദൈവം എന്നെ മാനിക്കേണ്ടതിന് വേണ്ടി ഈ പോസ്റ്റുകളെല്ലാം, അതുപോലെ തന്നെ എക്സാമിനറായിട്ട് പോകാന്നൊക്കെ പറഞ്ഞാൽ അത് MSc ഒക്കെ എടുത്ത് അല്ലെങ്കിൽ അത്രയും നല്ല എഡ്യൂക്കേഷൻ ആയിട്ട് ഉള്ള ആൾക്കാർക്ക് അങ്ങനെയൊക്കെ പോകാൻ പറ്റൂ. എന്നാൽ 2 വർഷം ബാക്കായ എന്നെ എന്റെ കർത്താവ് ആ പോസ്റ്റിലേക്ക് കൊണ്ടുവരികയും വൈസ് പ്രിൻസിപ്പൽ പോസ്റ്റിൽ വരെ എത്തിക്കുവാൻ സർവശക്തൻ എന്നെ സഹായിച്ചു. എന്നെ നിന്ദിച്ചവരൊക്കെ എന്റെ മുമ്പിൽ വരുവാനും അവരുടെ പേപ്പറുകൾ സൈൻ ചെയ്ത് കൊടുക്കുവാനും അവിടെ പലരെ അപ്പോയിന്റ്മെന്റ് ചെയ്യുവാനും ഒക്കെ എന്റെ ദൈവം അവിടെ എന്നെ മാനിച്ചു. എവിടെ നമ്മൾ തകരുവാൻ തയ്യാറാകുന്നുവോ, എവിടെ നമ്മൾ ദൈവത്തിന്റെ പദ്ധതിക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നുവോ, നിശ്ചയമായിട്ടും ദൈവം അവിടെ നമ്മളെ മാനിക്കും. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തകർന്ന അവസ്ഥയിലാണെങ്കിൽ, നിരാശയുടെ
വക്കിലാ കടന്നു പോകുന്നതെങ്കിൽ, ആത്മഹത്യ അല്ലാതെ മറ്റൊന്നും ഇനി എന്റെ മുമ്പിൽ ഇല്ല എന്ന് നിശ്ചയിക്കുന്നുവെങ്കിൽ, അരുത് കുഞ്ഞെ, ദൈവം നിന്നെ കാണുന്നുണ്ട്, ദൈവം നിന്റെ അവസ്ഥകൾ അറിയുന്നുണ്ട്, നിന്നെ മാനിക്കാൻ ശക്തനാണ്. നിശ്ചയമായിട്ടും അവൻ നിന്നെ മാനിക്കും. അവിടെ നിന്ന് ദൈവത്തിന്റെ കരങ്ങളിൽ വഹിച്ചു. ദൈവം എന്നെ മെനഞ്ഞെടുത്തു. ഞാൻ ഇത്രമേൽ പ്രാപ്തിയുള്ളവളാക്കി, ഇത്രമേൽ ബോൾഡ് ആക്കി ദൈവം എന്നെ അവിടെ നിർത്തുവാൻ സഹായിച്ചു. എന്റെ നഴ്സിംഗ് പഠനവും എന്റെ നഴ്സിംഗ് ജോലിയും സന്തോഷകരമായ നിലകളിൽ അവിടെ പൂർത്തീകരിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. അതിനുശേഷം ആ ജോലിയുമായി തുടർന്നപ്പോ എനിക്ക് അത്ര കണ്ട് സംതൃപ്തി ഇല്ലാതെയായി. വൈസ് പ്രിൻസിപ്പൽ പോസ്റ്റിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ 15 ദിവസമേ ആ പോസ്റ്റിൽ ഇരുന്നുള്ളൂ. ആ സമയത്ത് എനിക്ക് അല്പം ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. കാരണം ഞാൻ സുശേഷ വേലയ്ക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ആള്, അതിനുവേണ്ടി തീരുമാനിച്ച ആള്, ഇങ്ങനെ ജോലി ചെയ്ത് മുന്നോട്ട് പോയാൽ ശരിയാകില്ലല്ലോ. ദൈവം എന്റെ കൂടെ ഒന്ന് ഇളക്കാൻ തുടങ്ങി. എനിക്ക് ആ ഒരു ചിന്ത വന്നു. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ ദൈവം എന്റെ കൂടെ ഒന്ന് ഇളക്കാൻ തുടങ്ങി. എന്റെ വീട്ടില് എനിക്ക് വേണ്ടി വിവാഹ കാര്യങ്ങൾ ആലോചിക്കുവാൻ തുടങ്ങി. അപ്പൊ എനിക്ക് കൂടുതലും ഞാൻ അന്നേരം എന്റെ പാരന്റ്സിനോട് പറഞ്ഞു, പപ്പ, മമ്മിയുടെയും പപ്പയുടെയും ആഗ്രഹപ്രകാരം ഞാൻ നഴ്സിംഗ് പഠിക്കാൻ പോയി, ഞാൻ അവിടെ ഇത്രമാത്രം സഫർ ചെയ്തു, ഇനിയും എന്റെ ഭാവിയുടെ കാര്യത്തിലേക്ക് വരികയാണ്. അപ്പം എനിക്ക് അതിനകത്ത് എന്റെ ആഗ്രഹമുണ്ട്. എനിക്ക് സുശേഷ വേല അല്ലാതെ മറ്റൊന്നും വേണ്ട. എനിക്ക് പല അലയൻസ് വരുമ്പോഴും ഞാൻ പറയും, വേണ്ട, എനിക്ക് ഫുൾ ടൈം സുശേഷ വേല. അപ്പൊ പാർട്ട് ടൈം സുശേഷ വേല ചെയ്യുന്ന പല ആലോചനകളും വന്നപ്പോഴും ഞാൻ പറഞ്ഞു, അല്ല, എനിക്ക് ഫുൾ ടൈം ആയിട്ട് സുശേഷ വേല ചെയ്യണം, എനിക്ക് അത് മാത്രം മതി എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ എന്റെ മാതാപിതാക്കളോട് പറഞ്ഞു, എനിക്കതല്ലാതെ വേറെ ഒന്നും തെരഞ്ഞെടുക്കരുത് എന്ന് പറഞ്ഞു അവരെന്നോടൊപ്പം കൂടെ നിന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പം തന്നെ ഞാൻ പറയട്ടെ, എന്നെ ഇവിടെ ഈ മീറ്റിംഗിൽ ആരെങ്കിലും ഭാവിയുള്ള ബന്ധത്തിൽ, കുടുംബജീവിതമുള്ള ബന്ധത്തിൽ ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമെങ്കിൽ ഒന്ന് നിമിഷം എന്നെ ശ്രദ്ധിക്കണേ. ഞാൻ അങ്ങനെ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ അവസാന സമയത്ത് തന്നെ ഞാൻ ഒരു ദേവദാസിനെ വിളിച്ചു, എന്റെ റിലേഷനിലുള്ള തന്നെ ഒരു ദേവദാസിനെ വിളിച്ചു ഞാൻ പ്രാർത്ഥിച്ചു. യാദൃശ്ചികം ഞാൻ പ്രാർത്ഥിച്ചതാണ്. എന്നാൽ പ്രാർത്ഥിച്ച സമയത്ത് ആ ദേവദാസൻ എന്നോട് ഒരു ആലോചന പറഞ്ഞു, നിന്റെ വിവാഹ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടു വരുന്നുണ്ട്, നിന്റെ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തി ഇന്ന ആളാണെന്ന് പറഞ്ഞ് തന്റെ ഫിസിക്കൽ അപ്പിയറൻസ് ഫുള്ള് എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ ആകെ വണ്ടറായിപ്പോയി. കർത്താവേ, ഞാൻ ഇനി ഇങ്ങനെയുള്ള ആളെ ഞാൻ എവിടെ പോയി തപ്പിപ്പിടിച്ചെടുക്കും എന്നോർത്തെങ്കിലും ഞാൻ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു. ഓരോ ഫിസിക്കൽ അപ്പിയറൻസും ആ വ്യക്തിയിലൂടെ എന്നോട് ദൂത് പറയുവാനിടയിൽ ഞാനത് എന്റെ പേരൻസിനെ വിളിച്ച് പറയും, ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ വിവാഹ കാര്യവുമായി മുന്നോട്ട് പോയി. ആടിടുകയും അങ്ങനെ അലയൻസ് പലത് വരികയും ചെയ്തു. എന്നാൽ ഏത് തെരഞ്ഞെടുക്കണം, പല ആലോചനകളും സൂട്ടായിട്ടുള്ളത് വന്നപ്പം ഏത് തെരഞ്ഞെടുക്കണം എന്നുള്ള ഒരു വിഷയത്തിൽ ഞങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കോള് ലഭിക്കുവാനിടയായി. അപ്പോൾ തന്നെ എന്റെ ഹസ്ബൻഡിന്റെ ഭാഗത്തെ പറ്റി പറയുകയാണെങ്കിൽ, അദ്ദേഹവും വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ അലയൻസ് ചെല്ലുന്നതിന്റെ തലേന്ന് രാത്രി അദ്ദേഹത്തോട് രാത്രിയിൽ വ്യക്തമായി ദൈവം സംസാരിച്ചു, നാളെ നിനക്കൊരു വിവാഹാലോചന വരും, അത് നീ ഒന്നും അതിനകത്ത് നോക്കരുത്, അത് നിനക്കുള്ളതാ, നീ മറ്റൊന്നും നോക്കരുത് എന്ന് പറഞ്ഞു. എന്നെ കാണുന്നതിന് മുമ്പ്, എന്റെ ആലോചന ചെല്ലുന്ന, എന്റെ ഡീറ്റെയിൽസ് ചെല്ലുന്നതിന് മുമ്പ് ആ രാത്രിയിൽ അദ്ദേഹത്തോട് ദൈവം സംസാരിച്ചു, നാളെ വരുന്ന അലയൻസ് അത് നിനക്കുള്ളതാ, വാക്ക് കൊടുക്കുക എന്നുള്ളത്. ദൈവത്തിന്റെ പദ്ധതി പ്രകാരം എന്റെ പിറ്റേന്ന് പകൽ എന്റെ അലയൻസ് ചെല്ലുകയും അല്പം കാര്യങ്ങളൊക്കെ അതിന്റെ പിന്നിൽ ചെയ്തെടുക്കുകയൊക്കെ ചെയ്തെങ്കിലും ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ഞങ്ങൾ രണ്ടുപേരും 2 സ്ഥലങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ദൈവം ഞങ്ങൾക്ക് വ്യക്തമായ ഒരു ആലോചന തരികയും ഞങ്ങളോട് രണ്ടുപേരോടും എന്നെ പറ്റിയുള്ള ആലോചന അദ്ദേഹത്തോടും, അദ്ദേഹത്തിനെ പറ്റിയുള്ള ആലോചനകൾ എന്നോടും ദൈവം പറയുകയും ആ പദ്ധതി പ്രകാരം ഞങ്ങളുടെ വിവാഹം നടക്കുകയും ചെയ്തു. മാനുഷികമായി നോക്കിയാൽ യാതൊരു തരത്തിലും ഞങ്ങളുടെ വിവാഹം നടക്കുകയില്ലായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി അതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നത് കൊണ്ട് സകല വഴികളും മാറ്റി, സകല ദുർഘടങ്ങളെയും മാറ്റി ദൈവം ഞങ്ങളെ യോജിപ്പിക്കുവാനിടയായി തീർന്നു. തക്കതായ തുണയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി, നമ്മുടെ പദ്ധതികളെല്ലാം കൂടെ ഒത്തുചേർന്ന് അത് ദൈവത്തിന്റെ പദ്ധതിയാണ് പറയാതെ, മറിച്ച് ദൈവത്തിന്റെ പദ്ധതി എന്താണോ അതിനുവേണ്ടി നോക്കി നിൽക്കുക. അപ്പോ അങ്ങനെ നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അതിനുവേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ നിശ്ചയമായിട്ടും ദൈവം നമുക്ക് വേണ്ടിയുള്ളത്, ശ്രേഷ്ഠമായത്, മാന്യമായത് ദൈവം നമുക്ക് വേണ്ടി കരുതുവാനിടയായി. ഞാൻ ആഗ്രഹിച്ചതുപോലെ പൂർണ്ണസമയ സുശേഷ വേല ചെയ്യുന്ന, അധികം വലിയ ആവേശങ്ങളൊന്നും ഇല്ലാത്ത, ഒതുങ്ങിക്കൂടി സുശേഷ വേല ചെയ്യുന്ന ഒരു നല്ല ഒരു ദേവദാസനെ ദൈവം എനിക്ക് വേണ്ടി കരുതുവാനിടയായി തീർന്നു. അദ്ദേഹം പത്തനംതിട്ട ജില്ലയിൽ തന്നെ മെഴുവേലി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നുമാണ് എന്നെ വിവാഹം കഴിച്ചയച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭവനം അവിടെയാണ്. ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ വിവാഹം ഓഗസ്റ്റ് മാസം 2017 ഓഗസ്റ്റ് മാസം ഞങ്ങളുടെ വിവാഹം നടക്കുവാനിടയായി തീർന്നു.
അതും ദൈവ പദ്ധതി പ്രകാരം, ദൈവാലോചന പ്രകാരം യാതൊരു വാർഷികമായി നോക്കി യാതൊരു തരത്തിലും ഞങ്ങളുടെ വിവാഹം നടക്കില്ലായിരുന്നു. എങ്കിലും ദൈവത്തിന്റെ പദ്ധതി പ്രകാരമായിരുന്നത് കൊണ്ട് ഞങ്ങളുടെ വിവാഹം നടന്നു. ദൈവം ഞങ്ങളെ യോജിപ്പിച്ചതായതുകൊണ്ട് പല പ്രശ്നങ്ങളും ഞങ്ങളുടെ വിവാഹശേഷം ഞങ്ങൾ നേരിട്ടെങ്കിലും അതിന്റെ മുമ്പിലൊന്നും തളരാതെ അന്നു മുതൽ ഇന്ന് വരെയും ആ സ്നേഹബന്ധത്തിൽ, ആ തുടക്കത്തിലെ സ്നേഹത്തിൽ തന്നെ ഇന്ന് വരെയും നിൽക്കുവാൻ, തകർച്ചകൾ വരാമായിരുന്നു, വീഴ്ചകൾ വരാമായിരുന്നു, എങ്കിലും അതിന്റെ മധ്യത്തിലും ദൈവം അടിസ്ഥാനം വിട്ടതായിരുന്നത് കൊണ്ട് ഇന്ന് സന്തോഷത്തോടെ ഒരു കുടുംബജീവിതം നയിക്കുവാൻ സർവശക്തൻ ഞങ്ങളെ സഹായിച്ചു. എന്റെ കുടുംബജീവിതം തുടങ്ങിയതിനു ശേഷം ഞങ്ങൾ ഒരു തലമുറയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് തലമുറ ദൈവം നൽകി തന്നു. ഏകദേശം 6 മാസമായപ്പോ ഞാൻ ക്യാരിങ് ആവാനിടയായി. സർവശക്തന്റെ കൃപ കൊണ്ട് ഞാൻ അവിടെ ക്യാരിങ് ആയി. അത് പിന്നീട് ഒരിക്കൽ ഞാൻ അതിനെ വിശദമായി പറയുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ക്യാരിങ് ആയി തീർന്നു. എന്നാൽ ഞാൻ ക്യാരിങ് ആയപ്പോ ചെക്കപ്പ് ചെയ്ത സമയത്ത് സ്കാൻ ചെയ്തപ്പോൾ അറിയുവാനിടയായി എന്റെ കുഞ്ഞ് വളരുന്നതിനേക്കാൾ അപ്പുറമായി എനിക്ക് എന്റെ യൂട്രസ് ഫുള്ളും ക്ലോട്ട് ആയിട്ടിരിക്കുകയാണ് എന്ന്. അത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. കാരണം കുഞ്ഞിന് വളരുവാനുള്ള സ്പേസ് ഇല്ല, അതിനേക്കാൾ അപ്പുറമായിട്ട് ക്ലോട്ട്സ് നിൽക്കുന്നു. അതുകൊണ്ട് ഫുൾ ബെഡ് റെസ്റ്റ് ആണ് ആവശ്യം, അല്ലെങ്കിൽ അബോർഷൻ ചെയ്യുക എന്ന് പറഞ്ഞു. ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചു, ഒത്തിരി പ്രാർത്ഥിച്ച് ഞങ്ങൾ നേടിയ ഒരു തലമുറയാണ് അത്. അതിനെ അബോർഷൻ ചെയ്യാൻ ഞങ്ങൾ തീരെ താല്പര്യമില്ലായിരുന്നു. പ്രത്യേകിച്ചും സുശിക്ഷ വിലയുള്ള ബന്ധത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് വചനം പറയുന്നതിനെതിരെ ചെയ്യാൻ നമ്മളെ കൊണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അതിൽ തന്നെ ഉറച്ചു നിന്നില്ല. ഞങ്ങൾ അബോർഷൻ ചെയ്യില്ല, ഞങ്ങൾ അതിനു വേണ്ടി തന്നെ ഉറച്ചു നിന്നു. അങ്ങനെ അതിന്റെ ട്രീറ്റ്മെന്റോടെ ആദ്യത്തെ 3 മാസം ഞങ്ങൾ കടന്നുപോയി. വളരെ ബുദ്ധിമുട്ടുകൾ നേരിട്ടു. റെസ്റ്റ് എടുക്കാനൊക്കെ പറഞ്ഞെങ്കിലും അങ്ങനെ റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലായിരുന്നില്ല ഞാൻ അന്നുണ്ടായിരുന്നത്. എന്നാൽ ഒരു 2.5 മാസമായപ്പോ എനിക്ക് ഒരു ഹെവി ബ്ലീഡിങ് ഒരു ദിവസം സന്ധ്യാസമയത്തുണ്ടായി. ഞങ്ങള് വല്ലാത്ത ബ്ലീഡിങ് ആയി തീർന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞങ്ങളായിരിക്കുന്നിടത്ത് തന്നെ ഞങ്ങൾക്കൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് ഞങ്ങൾ ഡോക്ടറിനെ കോണ്ടാക്ട് ചെയ്തു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഓക്കെ, അത് ബ്ലീഡിങ് വന്നു എങ്കിൽ അത് അബോർഷൻ ആയിപ്പോയി, അതാണ്, അല്ലാണ്ട് മറ്റൊന്നുമല്ല എന്ന്. ഞങ്ങൾ ആകെ തകർന്നു പോയി. കർത്താവേ, എന്ത് ഞങ്ങൾ ചെയ്യും? വളരെ പ്രതീക്ഷയോടെ, വളരെ ആഗ്രഹത്തോടെ ഞങ്ങൾ ദൈവസന്നിധിയിലായിരുന്നു. ദൈവം ഞങ്ങൾക്ക് തന്ന തലമുറയാണല്ലോ, അപ്പോ എന്ത് സംഭവിച്ചു പോയി എന്ന് ഓർത്ത്. എങ്കിലും ഞങ്ങൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചിരുന്നു. സന്ധ്യാസമയമായിരുന്നു, ഹോസ്പിറ്റലിൽ കടന്നു പോകാൻ പറ്റാത്തത് കൊണ്ട് ആ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, ഓക്കെ, റെസ്റ്റ് എടുക്കുക, നാളെ രാവിലെ നമുക്ക് ഹോസ്പിറ്റലിൽ കടന്നു വന്ന് നമുക്ക് ചെക്കപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എങ്കിലും അബോർഷൻ എന്ന് ഫുള്ള് എഴുതി വെച്ചു. ഞങ്ങൾ രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ചു. ദൈവമേ, ഭവനത്തിൽ ഞങ്ങൾ ആരോടും പറഞ്ഞില്ല. ഞങ്ങൾ കോഴിക്കോട് തന്നെയായിരുന്നു അന്നും. അവിടെ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത്. അന്നും ഞങ്ങൾ അവിടെ തന്നെ നിന്ന് ഞങ്ങളുടെ പേരൻസിനോടൊന്നും പറയാതെ ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിച്ചു. ദൈവമേ, ഒരു മരണ വീടിന്റെ അവസ്ഥയിൽ ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കടന്നു ചെന്നു. ഡോക്ടർ അത് അബോർഷൻ എന്ന് എഴുതി. അബോർഷന്റെ മറ്റു പ്രൊസീജിയറിന് വേണ്ടി പോകാൻ തുടങ്ങി. എങ്കിലും ഒരു സംശയം തോന്നിയിട്ട് ഡോക്ടർ പറഞ്ഞു, നമുക്ക് ഒന്നും കൂടെ ഒന്ന് സ്കാൻ ചെയ്തൊന്ന് കൺഫേം ആക്കിയിട്ട് നമുക്ക് മറ്റു പ്രൊസീജിയറിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ സ്കാനിങ്ങിന് വേണ്ടി അബോർഷൻ കൺഫർമേഷൻ ചെയ്യാൻ വേണ്ടി സ്കാനിങ്ങിന് കയറിയപ്പോ എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. എന്റെ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ്സ് കേൾക്കുവാനിടയായി തീർന്നു. ഞങ്ങൾ വളരെ സന്തോഷത്തോടെ മടങ്ങി വന്നു. അബോർഷൻ എന്ന് പറഞ്ഞ സ്ഥാനത്ത് അതിന്റെ പ്രൊസീജിയർ ചെയ്യാൻ പോയപ്പോ ദൈവം തന്ന തലമുറയെ ദൈവം അവിടെ നിലനിർത്തി. അതിന് ഹാർട്ട് ബീറ്റ്സ് കൊടുത്ത് ദൈവം നിലനിർത്തി. അത് സ്കാൻ ചെയ്യേണ്ട റിപ്പോർട്ട്സ് വന്നപ്പം പറഞ്ഞ ഉണ്ടായിരുന്ന ക്ലോട്ട്സ് ഫുള്ള് പോയതാണ്. കുഞ്ഞിന് ഇനി വളരുവാനുള്ള സ്പേസ് അവിടെ ഉണ്ട്. ഇനി ഒന്നും ഓർത്ത് ഭാരപ്പെടേണ്ട, ക്ലോട്ട്സ് കംപ്ലീറ്റ് ആയിട്ട് പോയെന്ന്. ഞങ്ങളെ സംബന്ധിച്ച് അത് വലിയൊരു അത്ഭുതവും വലിയൊരു ആശ്വാസവുമായിരുന്നു. കാരണം അതുവരെയും ആ ക്ലോട്ട്സ് അങ്ങനെ നിൽക്കുന്നുണ്ട്, കുഞ്ഞ് എങ്ങനെ വളരുമെന്ന് ഓർത്ത് ഭാരപ്പെട്ടപ്പോ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് ആ ക്ലോട്ട്സിന് യാതൊരു കാരണവുമില്ലാതെ ഫുള്ളി ബ്ലീഡ് ആക്കി കളയുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ഞങ്ങൾ സന്തോഷകരമായി പിന്നെയും അത് കണ്ടിന്യൂ ചെയ്തു. എന്നാൽ 5-ാം മാസം വന്നപ്പോൾ അനാമലി സ്കാൻ ചെയ്യേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ അനാമലി സ്കാൻ ചെയ്തപ്പോഴാണ് അറിയുന്നത് എന്റെ കുഞ്ഞിന് അവളുടെ കിഡ്നി ബ്ലോക്ക് ആണെന്നും ആ കുഞ്ഞിന്റെ മൂക്കിന് ഒരു സൈഡ് മൂക്കില്ല എന്നും അറിയുവാനിടയായി. അതും വീണ്ടും ഞങ്ങൾ കേൾക്കുന്നു, അബോർഷൻ ചെയ്യണം. അങ്ങനെയുള്ള ഒരു കുഞ്ഞ് പുറത്തേക്ക് വരിക അസാധ്യമാണ്. അഥവാ വന്നാൽ തന്നെ അബ്നോർമൽ ആയിട്ടുള്ള ഒരു കുഞ്ഞാണ് പുറത്തേക്ക് വരിക. മന്ദബുദ്ധിയായിട്ടുള്ള ഒരു കുഞ്ഞിനെ ആയിരിക്കും നമ്മൾക്ക് കിട്ടുക. അതിനെ കൊണ്ട് പോകുക എന്ന് പറയുന്നത്, അതിനെ വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് അതിനെ അബോർഷൻ ചെയ്യാം എന്ന് വീണ്ടും ഞങ്ങൾ കേൾക്കുന്ന വാക്ക്. ആദ്യത്തെ 2.5 മാസം അബോർഷൻ കേട്ടും അടുത്ത് അവിടെ നിന്ന്
ദൈവം ഞങ്ങൾക്ക് വിടുതൽ തന്നു. വീണ്ടും 5-ാം മാസത്തിലേക്ക് എത്തുമ്പോൾ വീണ്ടും അടുത്ത അബോർഷൻ കേൾക്കുന്നു. ഞങ്ങൾ അവിടെ ഉറച്ചു നിന്നു. അവിടെ ഞങ്ങൾ ഉറച്ചു നിന്നു. ദൈവമേ, ഇവിടെ ഇത് ദൈവം തന്നതാ. ആപത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ച് വീണ്ടും ഞങ്ങളെ നിലനിർത്തി 5-ാം മാസത്തിൽ വന്നിട്ട് വീണ്ടും അബോർഷൻ ആക്കാനല്ല കർത്താവേ, ദൈവം ഞങ്ങൾക്ക് ഈ തലമുറയെ നൽകി തരണമേ എന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഉദരത്തെ കൈവച്ച് പ്രാർത്ഥിച്ചു. ഇത് ദൈവം തന്നതാണെങ്കിൽ ഇതിന് എന്ത് ആപത്തുള്ളതായാലും എന്ത് വൈകല്യമുള്ളതായാലും ഇതിനെ ഞങ്ങൾ വളർത്തിയെടുക്കും, ഇതിനു വേണ്ടി ഞങ്ങൾ ജീവിക്കും എന്ന് ഞങ്ങൾ ഉറച്ചെടുത്തു. ഡോക്ടേഴ്സ് ഞങ്ങളോട് ചോദിച്ചിട്ട് എന്ത് ചെയ്യണം? എന്റെ ഹസ്ബൻഡ് ഉറച്ചു പറഞ്ഞു, ഞാൻ ഒരു ദൈവദാസന, വചനം പറയുന്നത് അബോർഷൻ ചെയ്യാനല്ല, അതിനെ വളർത്താൻ. അതുകൊണ്ട് ഞാൻ ഇതിനെ വളർത്തും. ഇതിന്റെ പിന്നിൽ എന്ത് പോരായ്മ വന്നാലും ഇതിന് എന്ത് ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. അതുകൊണ്ട് ഡോക്ടർ പേടിക്കണ്ട എന്ന്. എന്നാൽ എന്റെ കൂടെ ഉണ്ടായിരുന്നവർക്ക്, എന്റെ ഡോക്ടേഴ്സിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇതിനെ എങ്ങനെ മുമ്പോട്ടേക്ക് കൊണ്ടുവന്ന്. എങ്കിലും ഞങ്ങൾ ആ ഉറപ്പോടെ ധൈര്യത്തോടെ പ്രാർത്ഥിച്ചു. ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി കരഞ്ഞു പ്രാർത്ഥിച്ചു. ചുരുക്കം ചിലരോട് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടു. ഇങ്ങനെ ഒരു വൈകല്യമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്നാൽ ഞങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞവർ പോലും അവസാനം ഞങ്ങളെ കുത്തി നോവിക്കുന്ന ഒരു അവസ്ഥ വന്നു. 8-ാം മാസവും 9-ാം മാസവും ഒക്കെ ഞാൻ അവരുടെ മുമ്പിൽ ചെല്ലുമ്പോ അവരെന്നോട് ചോദിക്കുന്ന, നിഷ, നീ ഇപ്പോഴും മണ്ടത്തരമാണോ കാണിക്കുന്നത്? നീ ഈ കുഞ്ഞിനെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുവാണോ? ഇതിനെ നിനക്ക് കിട്ടിക്കഴിഞ്ഞാൽ നീ ഒത്തിരി സാക്രിഫൈ ചെയ്യേണ്ടി വരും, അതുകൊണ്ട് മണ്ടത്തരമാ കാണിക്കുന്നത്, നീ ഇതിനെ ആക്കി കള എന്ന് എന്നോട് പിന്നെയും അവർ ആവർത്തിച്ചു പറഞ്ഞപ്പോഴും അതിന്റെ മുമ്പിലും ഞങ്ങൾ ഉറപ്പോടെ നിന്നു. ദൈവം ഞങ്ങൾക്ക് വേണ്ടി വലിയ ചെയ്യും. അല്ല വൈകല്യമുള്ള കുഞ്ഞിനെ ഞങ്ങൾക്ക് തരുന്നതെങ്കിലും ഞങ്ങൾ ആ കുഞ്ഞിന് വേണ്ടി നിലനിൽക്കുമെന്ന്. ആ കുഞ്ഞിനെ വെച്ച് ഞങ്ങൾ സുവിശേഷ വേല ചെയ്യുന്നു. ഈ സമയത്ത് തന്നെയാണ് ഞങ്ങൾ കോഴിക്കോട് നിന്നും വയനാട്ടിലേക്ക് സുവിശേഷ വേലയ്ക്കായി കടന്നുപോയി. അപ്പോഴും മറ്റുള്ളവരും എന്റെ കൂടെ ഉള്ളവരൊക്കെ പറഞ്ഞു, വയനാട്ടിലേക്കാ പോകുന്നത്, ബുദ്ധിമുട്ടാ, ഇങ്ങനെ വൈകല്യമുള്ള ഒരു കുഞ്ഞിനെയും കൊണ്ട് മുമ്പോട്ടേക്ക് പോകാൻ വയനാട്ടിലൊക്കെ സുശിക്ഷ വേല ചെയ്യാൻ വളരെ പ്രയാസമുള്ള കാര്യമാണ്, അതുകൊണ്ട് നിങ്ങൾ അബോർഷൻ ചെയ്യുന്നു പറഞ്ഞപ്പോഴും ദൈവത്തിന്റെ കാര്യത്തിൽ ആശ്രയിച്ച് ഞങ്ങൾ അവിടെ നിന്നു. എന്നാൽ ഞാൻ 9-ാം മാസത്തിന്റെ ലാസ്റ്റ് സ്കാൻ ചെയ്യുമ്പോഴും എന്റെ കുഞ്ഞിന് ആ കുറവുകളുണ്ടായിരുന്നു. ഓരോ സ്കാനിങ്ങിനും പോകുമ്പോഴും വളരെ പ്രതീക്ഷയോടാ പോകുന്നത്, വൈകല്യം മാറി എന്ന് കേൾക്കുമെന്ന്. എന്നാൽ എന്റെ ലാസ്റ്റ് സ്കാനിങ്ങിന് വരെയും ഞാൻ കേൾക്കുന്നത് ആ കുഞ്ഞിന് അതേ കംപ്ലൈന്റ് ഉണ്ടെന്ന്. എങ്കിലും ഞാൻ നഴ്സിംഗ് ഒക്കെ പഠിച്ചതായതുകൊണ്ട് ഞാൻ ഡെലിവറിക്ക് കയറുമ്പോൾ എനിക്ക് നോർമൽ ഡെലിവറി അല്ലായിരുന്നു, സിസേറിയൻ ആയിരുന്നു. ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറുമ്പോൾ ഞാൻ എന്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ധൈര്യപ്പെട്ടിരിക്കണം, കുഞ്ഞിനെ ഒരു പക്ഷെ നമ്മുടെ കയ്യിൽ തന്നിരിക്കത്തില്ല, ആ കുഞ്ഞിനെ ചിലപ്പം ഫുള്ള് ട്യൂബൊക്കെ ആയിരിക്കും കണക്ട് ചെയ്യുന്നത്, ധൈര്യമായിട്ടിരിക്കണം, തളരരുത്, ദൈവം നമുക്ക് തന്നതാ, ദൈവം നമുക്ക് അതിനെ ആയുസോടെ തരും എന്ന് പറഞ്ഞ് ധൈര്യപ്പെടുത്തിയൊക്കെ ഞാൻ അകത്തേക്ക് കയറിപ്പോയി. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഞാൻ അൺകോൺഷ്യസ് ആയി പോയായിരുന്നു ഓപ്പറേഷന്റെ ഇടയിൽ. അത് കാരണം എനിക്ക് കുഞ്ഞിനെ കാണാൻ പറ്റിയില്ല. പിന്നീട് ഞാൻ കോൺഷ്യസ് ആയി വന്ന് കുറെ മണിക്കൂറുകൾക്ക് ശേഷം ഞാൻ കോൺഷ്യസ് ആയി വന്നത്. അപ്പൊ ഞാൻ ആദ്യം ബോധം വന്നപ്പോഴേ ഞാൻ ചോദിച്ചു, എനിക്ക് എന്ത് കുഞ്ഞാ? അപ്പൊ എന്നോട് പറഞ്ഞു, നിനക്കൊരു മകളാണ് ഉണ്ടായത്. ഞാൻ ചോദിച്ചു, എന്റെ കുഞ്ഞ് നോർമൽ ആണോ? അവള് നോർമൽ. അപ്പൊ അവിടെ നിൽക്കുന്ന സ്റ്റാഫിന് അറിയത്തില്ല എന്റെ കുഞ്ഞിന്റെ വൈകല്യങ്ങൾ എന്താ അങ്ങനെ ചോദിച്ചേ, നിന്റെ കുഞ്ഞിന് ഒരു കുഴപ്പവുമില്ല, അവള് പുറത്തുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ല, അത് ഒരു പക്ഷെ എന്റെ കുഞ്ഞായിരിക്കത്തില്ല, എന്റെ കുഞ്ഞിന് ഇങ്ങനെ വൈകല്യങ്ങൾ ഉണ്ടെന്ന് സ്കാൻ. അപ്പം അവർ ഒന്നും കൂടെ റിപ്പോർട്ട്സ് എടുത്തിട്ട് നോക്കി, ഇല്ല, അതിന്റെ കുഞ്ഞിന് അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ല. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് തെറ്റിയതായിരിക്കാം. അത് ഞാൻ പറഞ്ഞു, നീ ധൈര്യമായിട്ടിരിക്കും, കുറച്ച് കഴിയുമ്പോൾ നിന്നെ പുറത്തേക്ക് ഇറക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ധൈര്യത്തോടെ വീണ്ടും പ്രാർത്ഥിച്ചു. എനിക്ക് വളരെ കൺഫ്യൂഷനായി, എന്താ ഇവിടെ സംഭവിക്കുന്നതെന്നറിയാം. എന്നെ അപ്പം തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പുറത്തിറക്കി. എന്റെ ഹസ്ബൻഡും മമ്മിയും പപ്പയൊക്കെ അവിടെ നിൽപ്പുണ്ട്. അവർ വന്നപ്പോൾ ഞാൻ ആദ്യം അവരോട് ചോദിച്ചു, എന്റെ കുഞ്ഞ് എന്ത് ചെയ്യും, അവൾ നോർമൽ ആണോ, എന്റെ കുഞ്ഞ് എന്ത് ചെയ്യുന്നു? അപ്പോഴും എന്റെ കുഞ്ഞിനെ കാണിച്ചു തന്നു. അപ്പോഴും എനിക്ക് വിശ്വാസം പോരാ. ഞാൻ ആദ്യം തൊട്ട് നോക്കിയത് അവളുടെ മൂക്ക്. ഞാൻ നോക്കിയപ്പോ നമ്മളെ പോലെ സാധാരണ ആൾക്കാരെ പോലെ അവൾക്ക് മൂക്കൊക്കെ ഉണ്ട്, ഒരു കുഴപ്പവും ഇല്ല. നല്ലൊരു നോർമലായ നല്ലൊരു മെടുക്കി കുഞ്ഞിനെ കർത്താവ് ഞങ്ങൾക്ക് തരുവാനിടയായി തീർന്നു. എവിടെ നശിച്ചു പോയി, അല്ലെങ്കിൽ എവിടെ തീർന്നു പോയി, എവിടെ ശൂന്യമായി എന്ന് പറഞ്ഞോ അവിടെ ദൈവത്തിന്റെ കരുതലിൽ ആശ്രയിച്ചു. ദൈവം വലിയവനാണ്, ദൈവമാണ് നമ്മുടെ ഉദരത്തിൽ ഉരുവാക്കിയതെങ്കിൽ ആ ദൈവം അതിനെ മെനയുവാൻ ശക്തനാണ്, അതിന്റെ പോരായ്മകൾ തീർത്തു തരാൻ ശക്തനാണ്. ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയതാണെങ്കിൽ ആ ഒരു വെല്ലുവിളി ഞാൻ നേരിടണമെങ്കിൽ ഞാൻ അത് നേരിടാൻ തയ്യാറാണ്. കർത്താവ് എനിക്ക് വേണ്ടി വലിയ ചെയ്യുമെന്ന് ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് ഉറച്ചൊരു തീരുമാനം എടുത്തതുകൊണ്ട് ദൈവം ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു പെൺപൈതലിനെ ദാനമായി തരുവാനിടയായി. അവൾക്ക് ഇന്ന് 6 വയസ്സായിരിക്കുന്നു. അവളെ ഞങ്ങൾ ക്രിസ്കില്ല എന്ന് പറഞ്ഞ പേര് വിളിക്കുന്നു. ദൈവം ഞങ്ങളുടെ ശുശ്രൂഷയ്ക്ക് അവൾ ഏറ്റവും ഒരു അനുഗ്രഹിക്കപ്പെട്ട ഞങ്ങളുടെ കുഞ്ഞ് ഞങ്ങൾക്കൊപ്പമായിരിക്കുന്നു. ഞങ്ങളുടെ ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നു. അവളെ ഞങ്ങൾ വയനാടിന്റെ പ്രദേശത്ത് ഞാൻ ഡെലിവറി കഴിഞ്ഞ് പിന്നെ
കൊണ്ട് വയനാട് പ്രദേശത്തൊക്കെ കടന്നു ചെന്ന് അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ കുഞ്ഞ് ഞങ്ങൾക്ക് ഒത്തിരി വീടിന്റെ വാതിലുകൾ ഞങ്ങളുടെ കുഞ്ഞിന്റെ സാക്ഷ്യം മുഖാന്തരം ഞങ്ങൾക്ക് തുറക്കപ്പെടുവാനിടയായി തീർന്നു. അനേകർക്ക് അതൊരു ആശ്വാസമായിരുന്നു. ഇന്നും ഞങ്ങളുടെ ശുശ്രൂഷയെ ഞങ്ങളുടെ കുഞ്ഞ് ഞങ്ങൾക്കൊരു ആശ്വാസമാണ്. അവളെ കാണുന്നവരൊക്കെ അവളെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് അതിശയമാണ് ഇത് പറയുമ്പോൾ. നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു പൈതലാ ദൈവം ഞങ്ങളെ അവിടെ നിർത്തിയിരിക്കുന്നു. ദൈവത്തിന് ഞാൻ പറഞ്ഞല്ലോ, ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ, എന്റെ വിവാഹം നടക്കുന്ന സമയത്ത് ഇവിടെ കോഴിക്കോടുള്ള ഒരു ബൈബിൾ കോളേജിലായിരുന്നു. ഞാൻ ഷാരോൺ ഫെലോഷിപ്പിന്റെ അണ്ടറിലാണ് ഞങ്ങളായിരിക്കുന്നത്. ഷാരോൺ ഫെലോഷിപ്പിന് ഇവിടെ കോഴിക്കോട് ഒരു ബൈബിൾ കോളേജ് ഉണ്ട്, കാലിക്കറ്റ് തിയോളജിക്കൽ കോളേജിന്. അവിടെയായിരുന്നു എന്റെ ഹസ്ബൻഡ് ഞങ്ങളുടെ വിവാഹ സമയത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകനായിരുന്നു. ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് അവിടെ വെച്ചാണ് ഞാൻ കാരിങ് ആകുന്നതും ഒക്കെ. ആ സമയത്താണ് ഞങ്ങൾ അവിടെ നിന്ന് ദൈവത്തിന്റെ ആലോചന കേട്ടു. ഇവിടെ നിന്ന് ഒതുങ്ങിക്കൂടുവാനല്ല, നിന്നെ കുറിച്ച് ഒരു ദൈവത്തിന് പദ്ധതിയുണ്ട്, നിനക്ക് വേണ്ടി അനേകർ കാത്തിരിക്കുന്നു, ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുക. ഒരു ജോലിക്കാരനായി നിൽക്കാനല്ല ഞാൻ നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, എന്റെ ഒരു ദാസനായി ഇറങ്ങിത്തിരിക്കുക എന്ന ദൈവശബ്ദം കേട്ടത് മുഖാന്തരം ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്ന സകല സൗകര്യങ്ങളും, ഞങ്ങൾക്ക് അവിടെ നല്ല സൗകര്യത്തോടെ നല്ല ആഡംബരത്തോടെ ഞങ്ങൾ അവിടെ ജീവിച്ചിരുന്നത്. എന്നാൽ അതൊക്കെയും വിട്ട് ഞങ്ങൾ വയനാടിന്റെ ഉൾപ്രദേശത്തേക്ക്, ഞങ്ങള് കർണാടക ബോർഡറിനോട് ചേർന്നുള്ള ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് അവിടെ ഒരു അവസരം ഒരുക്കി തരികയും ഞങ്ങൾ അവിടേക്ക് കടന്നു പോകാനിടയായി. അവിടെയും ദൈവം ഞങ്ങളെ 2 നിലവാരത്തിൽ അവിടെ മാനിച്ചത്. ഒന്ന്, ഞാൻ എപ്പോഴും പപ്പയോട് പറയുമായിരുന്നു, പപ്പ ഞാൻ SE പഠിച്ചതുകൊണ്ട് എനിക്ക് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല, എന്റെ 2 വർഷം ബാക്കായി പോയി, അത്രയും കൂടെ എനിക്ക് നഷ്ടമാ സംഭവിച്ചെന്ന് പറയുമ്പോൾ പപ്പ എപ്പോഴും പറയുന്നില്ല കുഞ്ഞ്, ഇത് ഒരിക്കലും നിനക്ക് അനുഗ്രഹമായി തീരുമെന്ന് പറഞ്ഞു. എന്നാൽ എന്റെ വയനാട്ടിലെ ശുശ്രൂഷകളുടെ ബന്ധത്തില് അതെനിക്ക് അനുഗ്രഹമായിരുന്നു. അതാ ഞാൻ ആദ്യം വായിച്ചപ്പം പറഞ്ഞത്, അവൾ ഒന്നിന് നിലത്തിന്മേൽ ദൃഷ്ടി വെച്ചു, അത് അവൾ മേടിച്ചു എന്ന്. കാരണം ഞാൻ അതുവഴി പോകുന്ന ചിലരെ തനി നാടൻ ഗ്രാമാന്തരീക്ഷമാണ് അവിടെ. അവിടുന്ന് ഒരു ഹോസ്പിറ്റലിലേക്ക് പോകണമെങ്കിൽ ഒരു 15 കിലോമീറ്റർ ഒക്കെ അപ്പുറം പോകണം ഞങ്ങൾക്ക് ഒരു ഹോസ്പിറ്റലിലേക്ക് പോകണമെങ്കിൽ. അപ്പൊ ആ സാഹചര്യത്തിൽ ഞാൻ അവിടെ ആയിരിക്കുമ്പോൾ അവിടെയുള്ളവരൊക്കെ അറിഞ്ഞു ഞാനൊരു നേഴ്സ് ആയിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം അവർക്കുണ്ടായാലോ, ഒന്ന് പ്രഷർ നോക്കാനോ ഷുഗർ നോക്കാനോ അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാനോ എന്തെങ്കിലുമൊക്കെ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ എന്നെയായിരുന്നു ഓടി വന്ന് എല്ലാവരും സമീപിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഓരോരുത്തരെ നോക്കി പ്രാർത്ഥിക്കും, കർത്താവേ ഈ വ്യക്തി എനിക്ക് സംസാരിക്കാൻ ഒരു അവസരം തരണേ. അവർ ചിലപ്പം നമ്മുടെ റോഡിൽ കൂടെ പോകുമ്പോൾ നമ്മളെ നോക്കത്തോ മുഖം തരുകയോ ഒന്നും ചെയ്യത്തില്ലായിരിക്കും. പക്ഷെ ഞാൻ അവർക്ക് വേണ്ടി അവർ പോകുമ്പോഴെല്ലാം ഞാൻ കൈ ഉയർത്തി ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എങ്ങനെങ്കിലും ഒരു അവസരം ദൈവം എനിക്ക് ഒരുക്കി തരും, ഒരു ഇഞ്ചക്ഷൻ ചെയ്യാനുള്ള ഒരു അവസരം തരും. ഇഞ്ചക്ഷന് ഞാൻ അവിടെ ചെല്ലുന്നെ അവരുടെ ആവശ്യമാണ് അവർക്ക് ഇഞ്ചക്ഷൻ കിട്ടുക എന്നുള്ളത്, എന്റെ ആവശ്യം അവർക്ക് സുവിശേഷം അറിയിക്കുക എന്നുള്ളതാ. അപ്പൊ എന്റെ ആവശ്യവും എന്റെയും അവരുടെ ആവശ്യം ഞാൻ ഒരുമിച്ച് അവിടെ നടത്തുവാനിടയാവും. അവരുടെ ആവശ്യമായതുകൊണ്ട് അവർക്ക് എന്നോട് എതിർത്തൊന്നും പറയാൻ കഴിയത്തില്ല. അവിടെ ഞാൻ ഓർത്തു, എന്റെ പിതാവ് എന്നോട് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ദൈവം അതെനിക്ക് അനുഗ്രഹമാക്കി തീർത്തു. ഈ 2 നിലവാരത്തിൽ ഞങ്ങൾക്ക് അവിടെ അവസരങ്ങൾ ക്രമീകരിക്കപ്പെടുവാനിടയായിത്തീർന്നു. ഏകദേശം 6 വർഷത്തോളം ഞങ്ങൾക്ക് വയനാട് പ്രദേശത്ത് സുശിക്ഷ വേലയോടുള്ള ബന്ധത്തിലായിരിക്കാനും അവിടുന്ന് വീണ്ടും ദൈവാലോചന പ്രകാരം അവിടെ നിന്ന് ഞങ്ങളെ കോഴിക്കോട് പ്രദേശത്തേക്ക് കടന്നു വരുവാൻ സർവ്വക്ഷേത്രം ഞങ്ങളെ സഹായിച്ചു. ഇപ്പോ ഏകദേശം 6-7 മാസമായിട്ട് ഞങ്ങൾ ഇവിടെ കോഴിക്കോട് തൊണ്ടയാട് എന്ന് പറയുന്ന സ്ഥലത്ത് ദൈവവേലയുള്ള ബന്ധത്തിലായിരിക്കുന്നു. ദൈവം ഞങ്ങളുടെ കുടുംബജീവിതത്തിനെ അനുഗ്രഹിച്ചു. എന്റെ ഹസ്ബൻഡിന്റെ പേര് റിവിൻ റോയ് വർഗീസ് എന്നാണ്. ഞങ്ങൾ മെഴുവേലിയിലാണ് അദ്ദേഹത്തിന്റെ ഭവനം. ഞങ്ങൾക്ക് ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഞങ്ങൾ ഇവിടെ കോഴിക്കോട് തൊണ്ടയാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നു. ഇന്ന് എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, 2 പെൺമക്കളാണുള്ളത്. മൂത്തയാള് പിസ്കില വത്സ റിവിൻ, രണ്ടാമത്തെ ആള് റിബേക്ക മറിയം റിവിൻ. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവവേലയുള്ള ബന്ധത്തിൽ ഞങ്ങൾ ഈ ദേശത്തായിരിക്കുന്നു. തുടർന്നും ഞങ്ങളുടെ ശുശ്രൂഷയെ ഓർത്തും ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിനെ ഓർത്തും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്തും നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണമേ എന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്ന അവസരം തന്നെ ദൈവദാസനും നന്ദി അറിയിക്കുന്നു. കർത്താവിന് സ്തോത്രം. താങ്ക് യു സിസ്റ്ററെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവം നമ്മൾ കേട്ടത്. പഠിക്കുന്ന സമയത്ത്, നേഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് വേണമെങ്കിൽ മറ്റ് ചില വിധത്തിൽ എക്സാമൊക്കെ എഴുതി പാസ്സാകാമായിരുന്നെങ്കിലും വിശ്വാസത്താൽ ഒരു തീരുമാനമെടുത്തു, എനിക്ക് അങ്ങനെയുള്ള മാർഗ്ഗം വേണ്ട. ഈ സത്യസന്ധതയ്ക്ക് ഉള്ള പ്രതിഫലം കിട്ടുന്നത്, അതിനുള്ള അനുഗ്രഹം കിട്ടുന്നത് വൈകിയായിരിക്കും. വക്രതയ്ക്കുള്ള പ്രതിഫലം പെട്ടെന്ന് കിട്ടും, പക്ഷേ അത് നിലനിൽക്കത്തില്ല. സത്യസന്ധതയ്ക്കുള്ള പ്രതിഫലം അല്പം വൈകിയേ കിട്ടത്തുള്ളൂ, പക്ഷെ അത് സ്ഥിരമായിട്ട് ജീവിതത്തിൽ നിലനിൽക്കും. അപ്പോൾ സത്യസന്ധതയോടുകൂടി ഒരു തീരുമാനമെടുത്തു, അതുകൊണ്ട് മാനിക്കപ്പെടുവാനിടയായി തീർന്നു. ദൈവം അങ്ങനെയുള്ള വഴികൾ തുറന്നു. ഹൃദയത്തിൽ ആഗ്രഹം പോലെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാൻ കർത്താവ് സാഹചര്യങ്ങൾ ഒരുക്കി. കർത്താവിൻ്റെ വേല ചെയ്യുന്നതിൽ അപ്പുറമായിട്ട് അതിലധികമായിട്ടുള്ള ഒരു കാര്യവുമില്ല. ഏറ്റവും നല്ലത് ജീവിതത്തിൽ തിരഞ്ഞെടുക്കുവാൻ കഴിയുന്ന ഏറ്റവും നല്ല കരിയർ എന്ന പദം ഞാൻ ഉപയോഗിക്കുന്നില്ല, വൊക്കേഷൻ, നമ്മുടെ ജീവിത ലക്ഷ്യം, നമ്മുടെ ജീവിതത്തെ അർത്ഥപൂർണ്ണമാക്കുന്നത്
കർത്താവിൻ്റെ വേലയ്ക്ക് നമ്മൾ ചുമൽ കൊടുക്കുമ്പോഴാണ്. കുടുംബമായിട്ട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും ആ കുഞ്ഞിനോടുള്ള ബന്ധത്തിൽ ഉണ്ടായ അനുഭവം അത് വളരെ അൺയൂഷ്വലായിട്ടുള്ളൊരു അനുഭവമാണ്. അകത്തുള്ള ക്ലോട്ട് അതങ്ങനെ തന്നെ പുറത്തു പോയി. അത് ഒരു ദൈവം നടത്തിയൊരു ട്രീറ്റ്മെൻ്റ് എന്ന് പറയാം, കർത്താവ് നടത്തിയൊരു ട്രീറ്റ്മെൻ്റ് എന്ന് പറയാം. വളരെ അത്ഭുതകരമായ കാര്യങ്ങൾ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സമയങ്ങളിൽ ഞങ്ങളുടെ ഫാമിലി ടൈം സാക്ഷ്യത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർമാർ പറഞ്ഞു, ഈ 2 കുഞ്ഞുങ്ങളെക്കുറിച്ച് പറഞ്ഞു, ഈ കുഞ്ഞിന് ആ പ്രശ്നമുണ്ട്, ഈ പ്രശ്നമുണ്ട്, മോൻ്റെ കാര്യമൊക്കെ, മോന് ഒരു കാലില്ല എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു. മോനെ എൻ്റെ കൂടെ ഇരിക്കുന്നത്, അവന് വലത് കാലില്ലെന്നാണ് സോണോഗ്രാഫി ചെയ്തപ്പം പറഞ്ഞത്. എന്തായാലും പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നതെന്ന് ഞങ്ങളുടെയും ജീവിതത്തിൽ ഞങ്ങൾക്ക് അനുഭവിച്ചറിയുവാനിടയായി തീർന്നു. ദൈവത്തിന് ഉദ്ദേശമുള്ള കുടുംബങ്ങളോട്, കുഞ്ഞുങ്ങളോടൊക്കെ പിശാചിന് പ്രത്യേക ഒരു 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 നമ്മുടെ ഭാഷയിൽ പോരാട്ടമുണ്ട്. പിശാചിന് കുറച്ച് ഇഷ്ടം അവരോട് കൂടുതൽ, അതുകൊണ്ട് അവരെ നശിപ്പിക്കാനൊക്കെ ശ്രമിക്കരുത്. ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ ആഴമെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പിശാച് ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്നാൽ നമ്മൾ വിശ്വാസത്തോടു കൂടിയ തീരുമാനങ്ങളെടുത്താൽ, നമ്മളങ്ങനെ ഉറപ്പോടുകൂടി നിന്നാൽ കർത്താവിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ കാണുവാനിടയായിത്തീരും. ആ കുഞ്ഞിന് ഒരു അനോമാലിറ്റിയും ഇല്ലാതെ ജനിക്കുവാൻ കൊണ്ടും കർത്താവാണ് അത്ഭുതം ചെയ്തത്. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ് കേട്ടത്. ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുകയായിരുന്നു. എന്നാൽ അല്പം കൂടെ വിശാലമായിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പിന്നെയും ഇറങ്ങുവാൻ കൊണ്ടും കുടുംബമായി കർത്താവ് സഹായിച്ചല്ലോ. ഇനിയും കർത്താവ് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആസാദിയിൽ വരാൻ ആഗ്രഹമുണ്ടായിരുന്നു, അങ്ങനെ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ യുവാടെ ഒരു സെക്ഷൻ അല്ലെങ്കിൽ മറ്റൊരു സെക്ഷനിൽ ഞങ്ങൾ സിസ്റ്ററെ വിളിക്കാൻ വേണ്ടി ഞങ്ങൾ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പലപ്പോഴും നമുക്ക് പഴയ ലിസ്റ്റിലുള്ള ഒത്തിരി ആളുകളുണ്ട്. നമുക്ക് യുവായിലാണ് കുറേ എളുപ്പം നമുക്ക് ആളുകൾക്ക് സ്ലോട്ട് അവൈലബിൾ ആകുന്നത്. ബാക്കിയുള്ളതിനകത്ത് ഒത്തിരി പെൻഡിങ് ആയിട്ട് നമുക്കിങ്ങനെ വെച്ചിരിക്കുകയാണ്. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പിന്നീട് യൂട്യൂബിലൂടെയും ഈ ഒരു ടെസ്റ്റിമോണി സെഷനൊക്കെ അനേകർ കാണുമ്പോൾ അത് വലിയൊരു അനുഗ്രഹം, ഒരു വലിയ വിടുതൽ കാരണമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്നിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ഷിബിൻ തന്നെ പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധനായ ഞങ്ങളുടെ പിതാവേ, ഇന്ന് രാത്രികാലം ഞങ്ങൾക്ക് ഒരുമിച്ച് തന്ന കൂട്ടായ്മയ്ക്കായിട്ട് സ്തോത്രം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ഒരു നാളും ലജ്ജിച്ചു പോയില്ല എന്ന് ഞങ്ങളുടെ വചനത്തിൽ വായിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ച അനുഭവ സാക്ഷ്യത്തിനും ദൈവിക ആലോചനയ്ക്കായിട്ട് സ്തോത്രോപ്പ. അങ്ങേ നോക്കി ഇറങ്ങിയ പ്രിയ മകളെ ലജ്ജിപ്പിക്കാതെ ഇന്ന് വരെ നിർത്തിയ ദൈവം മേലാലും നടത്താൻ, മേലാലും പുലർത്താൻ ശക്തനാണെന്ന് ഞങ്ങൾ വീണ്ടും വിശ്വസിക്കുന്നപ്പ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവമേ, പലപ്പോഴും തകർന്നുപോയ, ഉടഞ്ഞുപോയ അനേകർ ഈ മീറ്റിംഗിൽ കേൾക്കുന്നുണ്ടപ്പാ. ജീവിതത്തിൽ മതി, ഇനി മുമ്പോട്ട് വേണ്ട. ആ ചൂരച്ചെടിയുടെ തണലിൽ ഏലിയാവ് പറഞ്ഞതുപോലെ, മതി കർത്താവേ, ഇപ്പോൾ എൻ്റെ ജീവനെ എടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചതുപോലെ പലർക്കും ജീവിതം മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഈ സാക്ഷ്യം കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവം ഇന്ന് രാത്രി അവരുടെ ഉള്ളിൽ ഒരു പുതിയ ജീവൻ പകരണമേ, ഒരു പുതിയ ഹൃദയം ദൈവം അവർക്ക് നൽകണമേ. ദൈവം അവരെ ജീവന്റെ പുതുക്കത്തിൽ നടപ്പാൻ ദൈവം അവർക്ക് കൃപ കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയ അനീഷ, പ്രിയ അരവിന്ദ് പാസ്റ്ററെ തിരുക്കരങ്ങളിലേക്ക് തരുന്നു. അവരുടെ ശുശ്രൂഷകളെ നീ മാനിക്കണമേ, അനുഗ്രഹിക്കണമേ. ആയിരങ്ങളുടെ വിടുതലിനായി ദൈവം പ്രിയ കുടുംബത്തെ എടുത്ത് ഉപയോഗിക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. ഈ അവസരം ദൈവമേ ഒരുക്കി തന്ന പ്രിയ ഫിനിജാനെ, പ്രിയ ആസാദി TV ആ ഫിനിജാനെ പാസ്റ്റർ കുടുംബത്തെ എല്ലാം തിരുക്കരങ്ങളിലേക്ക് തരുന്നു. അവരുടെ ശുശ്രൂഷകളെ നീ മാനിക്കണമേ. ആയിരങ്ങളുടെ, 10,000ങ്ങളുടെ വിടുതലിനായി ദൈവം വരും ദിവസങ്ങളിൽ അങ്ങെടുത്ത് ഉപയോഗിക്കുന്നതിനായിട്ട് സ്തോത്രം. ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്ത എല്ലാവരെയും തിരുക്കരങ്ങളിലേക്ക് തരുന്നു. ഭാരത്തോടെ, നിരാശയോടെ, വേദനയോടെ, ആകുല ചിന്തയോടെ തകർക്കപ്പെട്ട ആരെങ്കിലും ഇന്ന് രാത്രി ഈ മീറ്റിംഗിലുണ്ടെങ്കിൽ ഉടഞ്ഞുപോയ പാത്രത്തെ പണിയുവാൻ കഴിവുള്ള, റീക്രിയേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു കർത്താവിനെയാണല്ലോ ഞങ്ങൾ സേവിക്കുന്നത്. ഇന്ന് രാത്രി ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനായിട്ട് സ്തോത്രം. ഒരുമിച്ച് അനുഗ്രഹിച്ചാൽ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സകലം ഞങ്ങൾക്ക് ജീവൻ യേശുവിൻ നാമത്തിൽ തന്നെ. ഒരു കാര്യം കൂടെ പറഞ്ഞേ മതിയാകത്തുള്ളൂ. നിഷസ്ട്രസ് ടെസ്റ്റിമോണി പറഞ്ഞപ്പോൾ പറഞ്ഞു, എക്സാമിന് ഫെയിലാകുന്ന ആ സമയത്ത് ഒരു ആത്മഹത്യാ ചിന്ത. അപ്പം പലപ്പോഴും നമ്മൾ ചിന്തിക്കും, ദൈവമക്കൾക്ക് അങ്ങനെ ഒരു ചിന്ത വരുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ദൈവമക്കളെന്നല്ല, ഏത് മനുഷ്യർക്കും ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ
എനിക്ക് ജീവിക്കേണ്ട, മരിച്ചാൽ മതി എന്നുള്ള ചിന്ത വരാൻ സാധ്യതയുണ്ട്. ഏലിയാവിന് അങ്ങനെ ഒരു ചിന്ത വന്നെങ്കിൽ, അങ്ങനെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചിന്തിക്കാത്ത ആരുമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് പിശാച് പെട്ടെന്ന് ഒരു തോട്ട്, ഒരു ചിന്ത മനസ്സിലിടുന്നതാണ്. നീ ഒരു ഫെയിലിയറാണ്, നിന്നെക്കൊണ്ട് ഇനിയും പ്രയോജനമില്ല, ജീവിതം നശിപ്പിക്കുക, അല്ലെങ്കിൽ നീ ജീവിച്ചിട്ടെന്താ പ്രയോജനം, നിന്നെ ആർക്കും വേണ്ട, ഇങ്ങനെയുള്ള തോട്ടൊക്കെ പിശാച് മനസ്സിലിടുന്നതാണ്. പക്ഷെ അതിനെ ദൈവമക്കൾ അതിജീവിക്കും. ലോകമനുഷ്യർക്ക് അതിനെ അതിജീവിക്കുവാൻ കഴിയാതെ പലപ്പോഴും അങ്ങനെയുള്ള പിശാചിടുന്ന ചിന്തകൾക്ക് അവർ വഴങ്ങിപ്പോവാൻ സാധ്യതയുണ്ട്. ഞാൻ എൻ്റെ മനസ്സിൽ കുറിച്ചു വെച്ച കാര്യമാണ്. പ്രിയപ്പെട്ട ഷിബിൻ പ്രാർത്ഥിച്ചപ്പോഴും പറഞ്ഞു, ആരെങ്കിലും അങ്ങനെ നിരാശയുടെ ചിന്തയിലൂടെ കടന്നു പോകുന്നെങ്കിൽ നിങ്ങൾക്ക് നല്ല ഭാവിയുണ്ട്, നല്ല ജീവിതമുണ്ട്, ദൈവം നിങ്ങളെ സഹായിക്കും, പരാജയങ്ങൾ മാറും, വിജയത്തിനുള്ള വഴികൾ കർത്താവ് തുറക്കും. ദൈവം എല്ലാവരും സഹായിക്കട്ടെ. ആശ്വാദത്തിനായി കണ്ണുകളെ അടയ്ക്കാം, തലകളെ വണക്കാം. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ, സഹവാസം, കാവൽ നമ്മളെല്ലാവരുടെയും പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ച പ്രിയപ്പെട്ട നിശാസ്ത്ര മേൽ, തൻ്റെ കുടുംബത്തിന് മേൽ, തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ, ശുശ്രൂഷകളുടെ മേൽ ഇന്ന് മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. എല്ലാവരോടും നന്ദി പറയുകയാണ്. കർത്താവ് എല്ലാവരെയും സഹായിക്കുക, അനുഗ്രഹിക്കുക ചെയ്യട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. നെക്സ്റ്റ് വീക്കും നമുക്ക് ട്യൂസ്ഡേ ഈവനിങ് 9 o'clock അനുഗ്രഹിക്കപ്പെട്ടൊരു സെഷനുണ്ട്. എല്ലാവരും വരണം. നമ്മുടെ